ശക്തമേറിയ വചനം കേൾക്കുക മാത്രമല്ല, ആ വചനത്തിലൂടെ അത്ഭുതങ്ങളെ കാണുവാനും കേൾക്കുവാനും ദൈവം നമ്മളെ സഹായിക്കുന്നു. ഇന്നും കർത്താവ് നമ്മളെ സഹായിക്കും. ഇന്നും കർത്താവിന്റെ വലിയ പ്രവൃത്തിയാൽ ദൈവം നമ്മളെ നിറയ്ക്കും. ഒരുമിച്ച് നമുക്ക് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞു പ്രാർത്ഥിക്കാം. കാൽവരി ക്രൂശിൽ കർത്താവ് എന്റെ പാപത്തെയും എന്റെ ശാപത്തെയും തന്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനുമാണ്. എന്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എന്റെ രോഗത്തെയും എന്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ വഹിച്ചതിനാൽ ഞാൻ സൗഖ്യത്തിലും സമ്പന്നതയിലുമാണ്. എന്നെ ശക്തനാക്കുന്ന യേശുക്രിസ്തു മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവനാകുന്നു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവ് എനിക്ക് അധികാരം തന്നിരിക്കുന്നു. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തത്തില്ല. ഭൂലോകത്തിന്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ എന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. എന്നോട് ഏറ്റു പറഞ്ഞവരെല്ലാവരും ആമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. കർത്താവ് നമ്മളെ സകലത്തിലും സൂക്ഷിക്കുന്നല്ലോ. ദൈവം നമ്മളെ സകലത്തിലും അനുഗ്രഹമാക്കി മാറ്റുന്നു. കർത്താവിന്റെ വചനം കേൾക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പിച്ചോണം, എന്റെ ജീവിതത്തിന്റെ അകത്ത് വലിയൊരു വഴിത്തിരിവിന്റെ സമയമാണിത്. ഈ പ്രാർത്ഥനാ സമയം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങളെ കർത്താവിന്റെ നാമത്തിൽ വിളിച്ചു വരുത്തുവാൻ കർത്താവിനാൽ സാധിക്കുന്ന സമയമാണ്. നമുക്ക് പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ച വചനഭാഗം ഏതെന്ന് ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? ഓർമ്മയുള്ള ആരെങ്കിലും ഉണ്ടോ? 3-ാം അധ്യായം 3-ാമത്തെ വാക്യം. എന്തിനെ പറ്റിയുള്ളതെന്ന് ഓർക്കുന്നുണ്ടായിരുന്നോ? സാഹചര്യം ഓർക്കുന്നുണ്ടായിരുന്നു എന്നാന്നുള്ളത്? ഞങ്ങളുടെ ശുശ്രൂഷയുണ്ടായ ക്രിസ്തു പത്രമായി നിങ്ങൾ വെളിപ്പെടുന്നുവല്ലോ. അത് മഷി കൊണ്ടല്ല, ജീവനുള്ള ദൈവത്തിന്റെ ആത്മാവിനാൽ അത്രേ. കൽപ്പലകയിലല്ല, ഹൃദയം എന്ന മാംസപലകയിൽ തന്നെ എഴുതിയിരിക്കുന്നത്. ആമേൻ. അപ്പൊ നമ്മൾ പറഞ്ഞ ക്രിസ്തുവിന്റെ ഒരു പത്രമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടു. നമുക്ക് സ്വയമായിട്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ചിന്തിക്കാൻ പറ്റത്തില്ല. അതായത് സ്വയമായിട്ട് ചിന്തിക്കുന്നതല്ല, പിന്നെ പകരം എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് എങ്ങനെയാണ്. അപ്പൊ നമ്മൾ ഒരു ഉദാഹരണം നമ്മൾ കേട്ടു, ഒരു ശിഷ്യനെ പറ്റി, കർത്താവിന്റെ ശിഷ്യന്മാരെ പറ്റി. എന്താണ് ഉദാഹരണം ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? കർത്താവിന്റെ ശിഷ്യൻ അവര് തിരിച്ച് പിന്മാറ്റത്തിലേക്ക് പോയില്ല. അവരുടെ മനസ്സിന്റെ അകത്തൊരു ചിന്തയുണ്ടായി, ഇനി ഒരിക്കലും ഞങ്ങൾക്ക് പഴയ പോലെ യേശുവിന്റെ കൂടെ നടക്കാൻ പറ്റത്തില്ല, കർത്താവിന്റെ എല്ലാ സമയവും കഴിഞ്ഞു, എല്ലാം അവസാനിച്ചു എന്നൊരു ചിന്ത അവരുടെ മനസ്സിലേക്ക് പിശാച് കൊണ്ടുവന്നിട്ട് അവരെന്ത് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അവർ തീരുമാനിച്ചു ഞങ്ങൾ മീൻ പിടിക്കാൻ പോവുക. യേശു അവരെ വിട്ടോ? ഇല്ല. അപ്പൊ നമ്മൾ ഈ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിക്കുന്നതല്ല, മാനുഷിക ബുദ്ധിയിൽ ചിന്തിക്കുന്നതല്ല സംഭവിക്കാൻ പോകുന്നത്. പകരം നിങ്ങളുടെ അകത്തിരിക്കുന്ന പരിശുദ്ധ ആത്മാവിൽ എന്താണോ നിങ്ങൾ ചിന്തിക്കുന്നത് അത് നിങ്ങൾ സംസാരിക്കുക. അതാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. മാനുഷിക ചിന്തയിൽ നോക്കിയാൽ എല്ലാം കുഴപ്പമല്ലേ? ഒന്ന് കണ്ണടച്ച് ചുമ്മാ ഒന്ന് നിങ്ങളുടെ വിഷയങ്ങളെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കി, നമുക്ക് അപ്പൊ തന്നെ കണ്ണ് തുറക്കാൻ തോന്നുമല്ലേ? ഉയ്യോ, കണ്ണടച്ചാൽ മുഴുവനും പ്രശ്നങ്ങളാണ്, ഭയങ്കര ഭയവാ, എങ്ങനെ കരകയറുമെന്നുള്ള ഭാരം, ഇതെങ്ങനെ ശരിയാവും എന്നുള്ള ചിന്തയല്ലേ? കണ്ണടച്ചിട്ട് അകത്തൊരു പരിശുദ്ധാത്മാവുണ്ട്, യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർപ്പിച്ച അതേ പരിശുദ്ധാത്മാവുണ്ട്. സ്വർഗസ്ഥനായ പിതാവ് എൻ്റെ അകത്തുണ്ട്, യേശുക്രിസ്തുവിന്റെ നാമത്തിന്റെ ശക്തി എൻ്റെ അകത്തുണ്ട്, ദൈവത്തിന്റെ വചനം എൻ്റെ അകത്തുണ്ട്. ഇത്രയും എൻ്റെ അകത്തിരിക്കുമ്പോൾ എനിക്ക് നിരാശകളെ പറ്റി ചിന്തിക്കാൻ പറ്റത്തില്ല, എനിക്ക് ശൂന്യതകളെ പറ്റി ചിന്തിക്കാൻ പറ്റത്തില്ല, എനിക്ക് അസാധ്യമെന്ന് പറയുന്ന കാര്യത്തെ പറ്റി ചിന്തിക്കാൻ പറ്റത്തില്ല, മെഡിക്കൽ സയൻസ് പറയുന്നതിനോട് കോംപ്രമൈസ് ചെയ്യാൻ പറ്റത്തില്ല. പകരം യേശുവിന്റെ നാമത്തിൽ അതിൻ്റെ അകത്തൊരു അത്ഭുതമേ എനിക്ക് കാണാൻ പറ്റത്തുള്ളൂ. അങ്ങനെ നമ്മൾ കാണുമ്പോൾ നമുക്ക് ആ ഒരു ചിന്തയിലേക്ക് നമ്മളെ പരിശുദ്ധാത്മാവ് കൊണ്ടുപോകാൻ ഇടയായിത്തീരും. ഇന്നും നമുക്ക് പ്രാർത്ഥനയോടെ തന്നെ പോവാം. തുടർമാനമായിട്ട് നമ്മൾ കർത്താവിന്റെ വചനം കേൾക്കുന്നല്ലോ. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനമാണ്, 2 കൊരിന്ത്യരിൽ നിന്നാണ് നമ്മൾ കേട്ടോണ്ടിരിക്കുന്നത്. നമുക്ക് ഇന്നും ആ ഒരു വചനത്തിൽ തന്നെയൊക്കെ 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിന്റെ ആ വചനത്തിലേക്ക് നമുക്കൊന്ന് പോവാം. അവിടെ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, 4-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം. 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിന്റെ 18-ഉം 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിന്റെ 7-ഉം വാക്യമാണ്, പരിചിതമായ വാക്യമാണ്. അവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, കാണുന്നതിനെ അല്ല കാണാത്തതിനെ അത്രേ നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്, കാണുന്നതോ താൽക്കാലികം, കാണാത്തതോ നിത്യം. ഇത് ക്രിസ്തു യേശുവിനെ പറ്റിയുള്ള നിത്യതയെ പറ്റിയുള്ള വെളിപ്പാടാണ് പൗലോസ്ലീഹ പറയുന്നതെങ്കിലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു അർത്ഥവത്തായ വാക്യമാണ്. ഇതിന് വലിയ അർത്ഥമുണ്ട്. ഇതിന്റെ അർത്ഥം എന്നാന്ന് ചോദിച്ചാൽ, ഒരു വിശ്വാസി യേശുവിലേക്ക് വന്നു കഴിഞ്ഞാൽ
നമ്മുടെ മുമ്പിൽ എത്ര വലിയ സാഹചര്യങ്ങൾ കണ്ണുകൊണ്ട് കാണുന്നോ, വചനവുമായിട്ട് അതിനെ താരതമ്യം ചെയ്യണം. അതായത് ഈ സാഹചര്യം എനിക്ക് വരുമ്പോൾ ദൈവത്തിന്റെ വചനം എന്താണ് പറയുന്നതെന്നുള്ളത് നമ്മൾ എപ്പോഴും താരതമ്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം. ഹല്ലേലൂയ. ഒരു പ്രശ്നം വരുമ്പോൾ ഈ പ്രശ്നം ഞാൻ അനുഭവിക്കേണ്ടതാണോ, അതോ ദൈവത്തിന്റെ വചനം ഈ പ്രശ്നത്തെ പറ്റി എന്തു പറയുന്നു എന്ന് നമ്മൾ എപ്പോഴും നോക്കണം. എന്നാൽ ഇവിടെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നുവാണ്, ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ഈ ഒരു വചനം നിത്യതയെപ്പറ്റി പൗലോസ്ലീഹ പറയുന്നതെങ്കിലും നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്, കാണുന്നതോ താൽക്കാലികം. ഈ താൽക്കാലികം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നേക്കും നിലനിൽക്കുന്നതല്ല. നമ്മൾ പറയത്തില്ല, ഇതൊരു ഒരു ടെമ്പററി ആയിട്ടുള്ള കാര്യമാണ്, ഇതൊരു താൽക്കാലികമാണ്, സ്ഥിരമല്ല. ചിലരൊക്കെ പറയാറില്ലേ, ബ്രദറെ എൻ്റെ ജോലി സ്ഥിരമല്ല. കേട്ടോണം, യേശുവിന്റെ നാമത്തിൽ സ്ഥിരമായിട്ടുള്ള ഉറപ്പുള്ള കാര്യങ്ങളെ ദൈവം ചെയ്യാൻ പോവാ. ഹല്ലേലൂയ. എനിക്ക് സ്ഥിരമായൊരു ജോലിയില്ല, സ്ഥിരമായൊരു ഭവനമില്ല, സ്ഥിരമായൊരു ജീവിത നിലവാരമില്ല, സ്ഥിരമായ എനിക്കൊരു സാമ്പത്തിക വഴിയില്ല, എപ്പോഴും ഇതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. കേട്ടോണം, ഇവിടെ പറയുകയാണ് താൽക്കാലികം. താൽക്കാലികം, കാണുന്നതോ താൽക്കാലികം. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെല്ലാം ഒരു ടെമ്പററി ആണ്, ഇതൊരു താൽക്കാലികമാണ്. ഇനി ദൈവവചനം എന്തു പറയുന്നു, അത് സ്ഥിരമാണ്. പത്രോസ്ലീഹയുടെ ലേഖനത്തിൽ പറയുന്നു, ദൈവത്തിന്റെ വചനം എന്നേക്കും നിലനിൽക്കും. ആ വചനം വേഗത്തിൽ 1 പത്രോസ്ലീഹയുടെ ലേഖനത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, പുല്ലുണങ്ങും പൂവാടും ദൈവത്തിന്റെ വചനമോ എന്നേക്കും നിലനിൽക്കും. ആ വചനം അറിയാവുന്ന ആൾക്കാർ വേഗത്തിൽ ഒന്ന് കമന്റ് ചെയ്യണം, നമുക്ക് ആ വചനം എടുക്കുന്നതായിരിക്കും. ഇവിടെ പറയുകയാണ്, കാണുന്നതോ താൽക്കാലികം, കാണാത്തതോ നിത്യം. 2 കൊരിന്ത്യർ 5:7 പറയുന്നു, കാഴ്ചയാലല്ല വിശ്വാസത്താലത്രേ ഞങ്ങൾ നടക്കുന്നത്. ഒരു വിശ്വാസി ശ്രദ്ധിച്ചോണം, ഒരു വിശ്വാസിയുടെ ജീവിതത്തിന്റെ അകത്ത് ഏതെങ്കിലുമൊക്കെ ഒരു പ്രശ്നമോ പ്രതിസന്ധിയോ വന്നാൽ നിങ്ങൾ അതിനെ നോക്കി പറയണം, ഇത് ടെമ്പററി ആണ്. ചിലർ പറയും, ഇത് ആയുഷ്കാലം ഈ രോഗം എന്നെ വിട്ടു പോകത്തില്ല. ചിലർ പറയും, ജീവിത അവസാനം വരെ ഈ പ്രശ്നവുമായിട്ട് ഞാൻ ഇരിക്കേണ്ടി വരും. പറയരുത്, ഇത് താൽക്കാലികമാണ്. അയ്യോ ബ്രദറെ, അതെങ്ങനെ പറയാൻ പറ്റും? അത്ര കണ്ട് എൻ്റെ ജീവിതവുമായിട്ട് അതെങ്ങോട്ട് അഡ്ജസ്റ്റഡ് ആയിട്ടിരിക്കുക. നിങ്ങൾക്കറിയാവോ, 38 സംവത്സരമായി തളർവാദ രോഗിയെ പറ്റി നമുക്ക് ബൈബിളിൽ കാണാൻ പറ്റും. 38 സംവത്സരമായി ആ മനുഷ്യന്റെ ജീവിത ആയുസ് ഒന്ന് ആലോചിച്ച് നോക്കി. ആ മനുഷ്യന് ഇനി എന്നാ പ്രതീക്ഷയുണ്ട്? 38 വർഷം എന്ന് പറഞ്ഞാൽ നല്ലൊരു അളവിൽ അവന്റെ ശരീരം തളർന്നു കിടക്കുന്ന ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ 38 വർഷമായി അവന്റെ അസ്ഥികൾ, ഞരമ്പ്, മാംസം ഇതൊക്കെയും അതിനോട് അഡ്ജസ്റ്റഡ് ആയി. അവന്റെ ഞരമ്പുകളും അസ്ഥികളും മാംസവും പറയുമായിരിക്കും, ഓ നീ 38 വർഷമായിട്ട്. ആദ്യമൊക്കെ പുള്ളി ചിലപ്പം മാംസവും ശരീരവും, ഞാനിങ്ങനെ ഉദാഹരണമായിട്ട് പറയാം കേട്ടോ, അത് എപ്പോഴേലും ഒന്ന് പ്രതീക്ഷിച്ചാണ്. ഓക്കെ, യെശയ്യാവ് 40:8 ഞാനത് കാണിക്കാം. പുതിയ നിയമത്തിലേക്ക് ആ വചനം പറയുന്നുണ്ട്. അപ്പൊ തളർവാദ രോഗി നമ്മുടെ ജോസഫ് ബ്രദർ കാണിച്ചിട്ടുണ്ട്. തളർവാദ രോഗി ഇങ്ങനെ ചിന്തിച്ചു കാണും, ഇനി 38 വർഷമായിട്ട് എനിക്ക് ഈ രോഗത്തിൽ നിന്നൊരു മാറ്റം ഉണ്ടാകത്തില്ല അല്ലെ? അങ്ങനെ വെള്ളം കലക്കുന്ന സമയത്ത് പലരും വന്ന് അതിലേക്ക്, തോമസ് ബർ അയച്ചേക്കുന്നത് അതിലേക്ക് വന്ന്, തോമസ് ബർ അയച്ചേക്കുന്ന യെശയ്യാ പ്രവാചകൻ 40:8. അപ്പം പലരും വന്ന് ഇങ്ങനെ പറയുമായിരിക്കും, അല്ലെങ്കിൽ അവന്റെ ശരീരം അവനോട് പറയുമായിരിക്കും, ഏതായാലും 38 വർഷമായില്ലേ, ഇനി ചിലപ്പോൾ നീ കിടന്ന കിടപ്പിൽ ഒരു 38 കൂട്ടി ഒരു 10-20 വർഷവും കൂടെ കയറിപ്പോകും, അല്ലെങ്കിൽ ഒരു 40 വർഷം കൂടെ കയറിപ്പോക്കൂ, അഡ്ജസ്റ്റ് ചെയ്ത് കിടക്ക്, എന്തായാലും 38 വർഷം കിടന്നു. എനിക്കറിയത്തില്ലേ, വചനം പറഞ്ഞുകൊണ്ടിരിക്കും, ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് പറയാ, കാലങ്ങളായി സഹിച്ചത് മതി, കാലങ്ങളായി ചുമന്നത് മതി. ഞാൻ വീണ്ടും പറയുന്നു, യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിൽ ഒരു നിർബന്ധം വരിക, കാലങ്ങളായി ചുമന്നത് മതി. ആരുടെയൊക്കെ കർത്താവ് പറയുക, ഇന്ന് അത് ഇറക്കി വെക്കാൻ പോവുക, അത് താൽക്കാലികമാണ് കേട്ടോ. ജീവിതാവസാനം വരെ ചുമക്കേണ്ട കാര്യമില്ല, ജീവിതാവസാനം വരെ അത് ഏറേണ്ട കാര്യമില്ല, ഇന്ന് അത് ഇറക്കി വെച്ചോ. ആരൊക്കെയോ പറയും, എന്റെ ജീവിതത്തിൽ ഇനി അവസാനം വരെ ഞാനിത് കൊണ്ടു നടക്കേണ്ടി വരും, അവസാനം വരെ ഞാൻ ചുമക്കേണ്ടി വരും എന്ന് പറഞ്ഞ് ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് പറയുക, ഇന്ന് ഇവിടെ ഇറക്കാൻ പോവുക, ഈ വചനത്തിൽ നമ്മൾ ഇറക്കാൻ പോവുക. ഹല്ലേലൂയ. 38 സംവത്സരമായി തളർവാദ രോഗിയുടെ വചനം കിട്ടിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗത്തിൽ ഒന്ന് എടുത്തേ. അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചോണം, ആ മനുഷ്യൻ, അവനൊരു പ്രത്യേകത ഞാൻ പറയാം. 38 വർഷമായിട്ട് തളർവാദ രോഗിയായി കിടക്കുന്ന ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞ് ചിന്തിക്കാൻ നിങ്ങൾക്ക് പറ്റും. 38 വർഷമായിട്ട് തളർന്നു കിടക്കുക. ഹല്ലേലൂയ. അപ്പൊ ഇങ്ങനെ ഒരു മനുഷ്യൻ, ഇനി പോട്ടെ, അവന്റെ ജീവിതത്തിൽ 38 എന്നുള്ളത് അവന്റെ പ്രായമായിക്കോട്ടെ, അല്ലെങ്കിൽ അവന്റെ ജീവിതത്തിന്റെ അകത്ത് ഏതെങ്കിലും ഒരു 10-15-20 വർഷമായിക്കോട്ടെ, എങ്കിലും
കാലങ്ങൾ അവനെ ചുമക്കുക. പക്ഷെ ആ പുള്ളി തീരുമാനിച്ചു. എത്രയാ ടോംസ് വരെ? യോഹന്നാൻ 5:2. യോഹന്നാൻ 5:2. അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം. ഈ വചനം വായിക്കുന്ന സമയത്ത് ഈ 38 വർഷമായിട്ട് ഇവൻ ചുമന്ന് നടക്കുക. ഇവൻ ഇതിൻ്റെ അകത്തുനിന്ന് മോചനപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്, ഇതിൻ്റെ അകത്ത് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഒരു കാര്യം അവൻ തീരുമാനിച്ചു, എനിക്ക് സൗഖ്യമാകണം, എനിക്ക് അതിൽ നിന്നൊരു സൗഖ്യം ഉണ്ടാകണം എന്ന് തീരുമാനിക്കുക മാത്രമല്ല, അവൻ അതിനുവേണ്ടി തയ്യാറെടുക്കാൻ തുടങ്ങി. അപ്പൊ നമ്മുടെ അകത്ത് ആദ്യം വരേണ്ടത്, നമ്മൾ ഈ കാണുന്നത് മാറുമെന്ന് യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കണം. ഹല്ലേലൂയ. നമ്മൾ ഈ കാണുന്ന സകല വിഷയങ്ങളും യേശുവിന്റെ നാമത്തിൽ എന്റെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകുമെന്ന് ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? എനിക്ക് കാണുന്നതെല്ലാം മാറിപ്പോകുന്നു. ഒന്ന് ശക്തിയിൽ ഒരു ആമേൻ എന്ന് പറഞ്ഞ് ഇത് മാറിപ്പോകും. ആ വാക്യം എത്രയാണെന്ന് പറഞ്ഞാൽ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 5:2. യോഹന്നാൻ 5:2. ഞാൻ ഇന്നത് പ്രിപ്പയർ അല്ലാത്തതുകൊണ്ട് ആ വചനത്തിലേക്ക് പോകാനല്ലായിരുന്നു പ്ലാൻ. പക്ഷേ പെട്ടെന്ന് കർത്താവ് എന്നെ ആ വാക്യത്തിലേക്ക് വിട്ടു. അങ്ങനെയെങ്കിൽ ആരോടൊക്കെ കർത്താവ് ലൂക്കോസ് 12:22. ഓക്കെ, മ്യൂട്ട് ചെയ്തു. 12:27. ഓക്കെ, ലൂക്കോസ് 12:27. അപ്പൊ നമ്മളിവിടെ ശ്രദ്ധിച്ചു നോക്കിയാൽ ഈ മനുഷ്യന്റെ അകത്ത് ഒരു ചിന്തയുണ്ടായി. എനിക്ക് ഇതുകൊണ്ടൊന്നും നടക്കാൻ പറ്റത്തില്ല. ഓക്കെ, എനിക്ക് വേണ്ടത് മറ്റേ മനുഷ്യന്റെ വാക്യമാണ് വേണ്ടത്. സൗണ്ട് ക്ലിയർ അല്ല ബ്രദറെ. സൗണ്ട് ഡിസ്റ്റർബൻസ് ആവുന്നു. ഓക്കെ, ഇപ്പൊ കേൾക്കാവോ? ഇപ്പൊ കേൾക്കാം. ഓക്കെ, നിങ്ങൾ മ്യൂട്ട് മാറ്റണ്ട, ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ ഇവിടെ വചനം പറഞ്ഞിരിക്കുകയാണ്, ഈ 38 വർഷമായിട്ടുള്ള ഈ മനുഷ്യൻ തീരുമാനിച്ചു, എനിക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടണം. നമുക്കറിയാം, അവനൊരു കൊളക്കരയിൽ പോയി കിടക്കാൻ തുടങ്ങി. ദൂതൻ വന്നത് കലക്കും. പലപ്പോഴും നമ്മൾ ആ വചനം കേട്ടിട്ടുള്ളതാണ്. പക്ഷെ അവന് പലപ്പോഴും ആ സൗഖ്യം നേടാൻ പറ്റിയില്ല. പക്ഷെ അവൻ വിട്ടുകൊടുത്തില്ല. എനിക്കത് ഇഷ്ടപ്പെട്ടത്. വേണമെങ്കിൽ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, വേണമെങ്കിൽ നമുക്ക് ദൈവത്തെ കുറ്റപ്പെടുത്താം. കർത്താവ്, എന്നാലും എനിക്കിത് വന്നല്ലോ. പലപ്പോഴും നമ്മൾ ആദ്യം എടുക്കുന്ന തീരുമാനം അങ്ങനെ, കർത്താവ് എനിക്കിത് വന്നല്ലോ. ശരിയാ, മാനുഷികമായിട്ട് ചിലപ്പോൾ സങ്കടം വരുമ്പോൾ ഇമോഷനിലൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷെ കുറച്ചു നേരം അതെല്ലാം ഒന്ന് മാറ്റി വെച്ചിട്ട് ഒന്ന് തീരുമാനിച്ച്, കർത്താവേ എന്നിട്ടൊന്ന് പറ, എൻ്റെ ഈ വിഷയം താൽക്കാലികമാണ്. നമുക്കറിയാം, നിങ്ങൾ ഈ ഐസിനൊരു പ്രത്യേകതയുണ്ട്. ഐസ് കട്ടയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. അത് കാണാൻ ഭയങ്കര സ്ട്രോങ് ആയിട്ട് നമുക്ക് തോന്നും. നിങ്ങളൊരു ഐസ് കട്ട എടുത്തിട്ട് ഒരു പാത്രത്തിലോട്ട് വെച്ച്, വെള്ളം എടുത്ത് പാത്രത്തിൽ വെച്ച് അത് ഫ്രീസറിലോട്ട് കയറ്റി വെച്ച് കഴിഞ്ഞാൽ, സാധാരണ വെള്ളമാണ്, നിങ്ങൾക്ക് കൈ ഇടാം, അത് പൊക്കി നോക്കാം, കയ്യിൽ ഇങ്ങനെ കോരിയെടുക്കാം. പക്ഷെ അത് ഫ്രീസറിൽ വെച്ച് ഇറക്കിയാൽ പിന്നെ അത് കല്ലിന്റെ അത്രയും കട്ടിയുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒന്നായിട്ട് അത് മാറും, അല്ലേ? അതെങ്ങാനും എടുത്ത് കയ്യിലോട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൈ തണുപ്പ് കൊണ്ട് വിറക്കുക മാത്രമല്ല, നല്ലൊരു വെയിറ്റാ. അതേ വെള്ളം നമ്മളെടുത്ത് കയ്യിലോട്ടോ കാലോട്ടോ ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. പക്ഷെ ഈ ഐസ് കട്ട ആയിക്കഴിഞ്ഞാൽ ആ കട്ടയെടുത്ത് നമ്മുടെ കയ്യിലോട്ടോ കാലിലോട്ടൊക്കെ നമ്മൾ ഇട്ടാൽ നമുക്ക് വെള്ളത്തിന്റെ അകത്തുണ്ടാകുന്ന വേദനയല്ല, പകരം ഈ ഐസ് കട്ട ഇടുമ്പോൾ ഉണ്ടാകുന്ന വേദന ഇത് ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. എന്നാൽ കുറെ കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഈ സ്ട്രോങ് ആയി നിൽക്കുന്ന ഐസ് കട്ട ഉരുകിപ്പോവും. പക്ഷെ കുറച്ച് മുമ്പേ വരെ അത് സ്ട്രോങ് ആയിരുന്നു, അല്ലേ? എടുത്ത് പൊക്കി കാലിലോട്ടോ കയ്യിലോട്ടോ ഇട്ട് കഴിഞ്ഞാൽ അത് നമുക്ക് കയ്യിലോ കാലിലോ താങ്ങാൻ പറ്റാത്ത, എനിക്ക് വചനം കാണിക്കാൻ പറ്റാത്ത എന്തോ ഒരു എറർ വരുന്നുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് വചനം ഇപ്പൊ കാണിക്കാൻ പറ്റാത്തത്. അല്ല, ഞാൻ ആ വാക്യങ്ങൾ നിങ്ങളെ കാണിച്ചേനെ. ഞാൻ പറഞ്ഞ വാക്യങ്ങൾ, പുല്ലുണങ്ങും പൂവാടും ദൈവത്തിന്റെ വചനമോ എന്നേക്കും നിലനിൽക്കും. നമ്മൾ ആ വചനത്തിൽ കണ്ടായിരുന്നു. ടോംസാർ ആ വാക്യം നിങ്ങൾക്ക് എല്ലാവർക്കും അയച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യെശയ്യാവ് 40-ാം അധ്യായത്തിന്റെ 8-ാം വാക്യമാണ്. യെശയ്യാവ് 40:8. അവിടെ പറഞ്ഞിരിക്കുക, പുല്ലുണങ്ങും പൂവാടും ദൈവത്തിന്റെ വചനമോ എന്നേക്കും നിലനിൽക്കും. നമ്മുടെ വിഷയം താൽക്കാലികമാണെന്നുള്ളത് നമ്മുടെ മനസ്സിനെ പറഞ്ഞ് നിങ്ങൾ പഠിപ്പിക്കണം. ഇത് നിലനിൽക്കും എന്ന് നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കുന്ന ആരാന്നറിയോ? പിശാച. ഇത് നിലനിൽക്കും, ഈ വിഷയം ജീവിതകാലം മുഴുവൻ ഉണ്ടാകും, ഇത് മാറത്തില്ല, ശരിയാകത്തില്ല, ഇത് അങ്ങനെയാണ് നമ്മളെ അങ്ങ് ഉറപ്പിക്കുക. പക്ഷെ ഞാൻ പറയുന്നത് ഒരു ഐസ് കട്ട. എന്റെ കൂടെ പറഞ്ഞു, എന്റെ വിഷയങ്ങൾ മുഴുവൻ ഒരു ഐസ് കട്ടയാന്ന് പറ. കണ്ടാൽ അത് സ്ട്രോങ് ആയിട്ട് തോന്നും,
എനിക്കറിയത്തില്ല, ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ആരോടൊക്കെയോ ശക്തമായിട്ട് എനിക്ക് അറിയാൻ പറ്റും, വലിയൊരു ദൈവത്തിന്റെ സാന്നിധ്യം ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. നാളുകളായി ചുമന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ പെട്ടെന്ന് അപ്രത്യക്ഷമായി പോകാൻ പോവാ, പെട്ടെന്ന് മാറിപ്പോകാൻ പോവാ. കുറച്ച് ദിവസം കഴിഞ്ഞിട്ടല്ല, പെട്ടെന്ന് അത് മാറിപ്പോകാൻ പോവാ. ഹല്ലേലൂയ. പെട്ടെന്ന് അത് മാറിപ്പോകാൻ പോവാ. ഏറ്റെടുത്തോണം, ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തോണം. പെട്ടെന്ന് മാറാൻ പോവാ. കാലങ്ങളായി ചുമന്ന് ഞാൻ കാണുന്ന ഒരു കാഴ്ച, 17 വർഷമായിട്ട് കൊണ്ട് നടക്കുന്ന ചില വിഷയങ്ങൾ, യേശുവിന്റെ നാമത്തിൽ അത് മാറാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ മാറാൻ പോകുക. ഹാലലൂയ, ഹാലലൂയ. യേശുവിന്റെ നാമത്തിൽ ഒരു കർത്താവ് എന്നെ കാണിക്കുന്ന പലരുമായിട്ട് കണക്ട് ചെയ്ത് ഇന്ന് കർത്താവ് ഇടപെടുക. നാളുകളായി മാറാതെ നിൽക്കുന്ന ഒരു അടയാളമായിട്ട് കർത്താവ് എന്നെ കാണിക്കുന്നു. ഇന്ന് രാവിലെയും കൂടെ ഒരു ആധാർ കാർഡ് എടുത്തു പിടിച്ചുകൊണ്ട്, അത് ബാഗിലിട്ടുകൊണ്ട്, ഇന്നത് എടുത്തു, ബാഗിൽ ഉണ്ടായിരുന്നതല്ല, ഇന്നത് ബാഗിലിട്ട് ഒരു യാത്ര ചെയ്ത ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട് പരിശുദ്ധാത്മാവ് പറയുകയാണ്, നാളുകളായി ചുമക്കുന്ന ഭാരത്തെ ഇന്ന് ഇറക്കാൻ പോവാ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഞാൻ വീണ്ടും പറഞ്ഞ ആധാർ കാർഡ് പേഴ്സിലുള്ളവരുടെ അല്ല, ഇന്നത്തെ ദിവസം രാവിലെ അത് എടുത്തു, അത് ബാഗിലോട്ട് വെച്ചൊരു യാത്ര ചെയ്തൊരു വ്യക്തി യേശുവിന്റെ നാമത്തിൽ ഇന്ന് ഭാരം വിട്ടൊഴിയാൻ പോവാ. അത് ആരാന്ന് വെച്ചാൽ പ്രതികരിച്ചോണം. യേശുവിന്റെ നാമത്തിൽ വലിയൊരു അനുഗ്രഹത്തിന്റെ വാതിൽ ഇന്ന് തുറക്കാൻ പോവാ. ഏറെ വൈകിപ്പോയല്ലേ, രാത്രി ആയല്ലേ, ഒത്തിരി സമയം കഴിഞ്ഞല്ലേ, ഇന്ത്യൻ സമയം 9 മണിയായല്ലോ, ഒന്നും വിഷയമല്ല. ഇന്ന് ദൈവം തൊടും. ഹല്ലേലൂയ. ഇവിടെ പറയുകയാണ്, അത് താൽക്കാലികമാണ്. കാണുന്നതോ താൽക്കാലികമാണ്. ഞാൻ വീണ്ടും പറഞ്ഞു, ഇത് നിത്യതയെ പറ്റിയുള്ള കാര്യങ്ങളാണ് പറയുന്നതെങ്കിലും ഒരു പുതിയ നിയമ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം തന്റെ ജീവിതത്തിൽ യേശുവിന്റെ വചനത്തിന് വിരോധമായിട്ട് എന്നെ കയറി വന്നാലും പറഞ്ഞോണം, ഇത് താൽക്കാലികമാണ്. യേശുവിന്റെ നാമത്തിൽ. അതിന്റെ അടുത്ത വാക്യത്തിൽ പറയും, നമ്മൾ കാഴ്ചയാലല്ല വിശ്വാസത്താലത്രേ ഞങ്ങൾ നടക്കുന്നത്. ആമേൻ. അപ്പൊ കാഴ്ചയാലല്ല, നമ്മൾ പലപ്പോഴും നടക്കുന്നത് അങ്ങനെയല്ലേ. നിങ്ങൾ രാവിലെ ബസ് സ്റ്റോപ്പിൽ ചെന്നിട്ട് എറണാകുളത്തേക്ക് പോകണമെങ്കിൽ, തിരുവനന്തപുരത്തേക്ക് പോകണമെങ്കിൽ, വയനാട്ടിൽ പോകണമെങ്കിൽ, കണ്ണൂര് പോകണമെങ്കിൽ, കാസർഗോഡ് പോകണമെങ്കിൽ നമ്മൾ നേരെ പോയിട്ട് കണ്ണടച്ചുകൊണ്ട് ആരെങ്കിലും വണ്ടിയെ കയറുമോ? ഇല്ല. നമ്മൾ നേരെ ബസ് സ്റ്റോപ്പിൽ ചെന്നിട്ട് അതിന്റെ നെയിം ബോർഡ് വായിക്കും. കോട്ടയത്തോടുള്ള ബസ്സാണോ, പാലക്കാട് പോകേണ്ട ബസ്സാണോ, തൃശ്ശൂർ പോകേണ്ട ബസ്സാണോ, അത് നോക്കിയിട്ട് ഓടിപ്പോയിട്ട് അതേ ബസ്സിൽ തന്നെ നമ്മൾ കയറും. അതിന്റെ കാര്യം എന്തുവാ? അത് കണ്ടിട്ടാണ്, ആ കാഴ്ച പ്രകാരമാണ് നമ്മൾ നടക്കുന്നത്. ഒരു വിശ്വാസി നടക്കുന്നത്, അല്ലെങ്കിൽ ഒരു സാധാരണ മനുഷ്യൻ നടക്കുന്നത് എന്നു വെച്ചാൽ കണ്ടോണ്ടാണ് നടക്കുന്നത്. എന്ത് കാണുന്നോ അതിനെ നോക്കിയാ നടക്കുന്നത്. എന്നാൽ ബൈബിൾ പറയുന്ന ഒരു വിശ്വാസി പോകുന്നത് കാഴ്ചയാലല്ല, പകരം വിശ്വാസത്താലാണ് നടക്കുന്നത്. ആമേൻ. വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ്? വിശ്വാസം എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും അറിയാൻ പറ്റും വിശ്വാസം എന്താണ്? എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൽ പറഞ്ഞ വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പ്, കാണാത്ത കാര്യങ്ങളുടെ, ഉറക്കെ പറ, കാണാത്ത കാര്യങ്ങളുടെ കാണാത്ത കാര്യം എന്തുവാ? ഇപ്പൊ കാണുന്നത് എന്തുവാ? ഇപ്പൊ കാണുന്നത് ഭയങ്കര വിഷയ ബ്രദറെ. ഇപ്പൊ കാണുന്നത് മുഴുവൻ രോഗമാ ബ്രദറെ. ഇപ്പൊ കാണുന്നത് മുഴുവൻ തൊടുന്നതെല്ലാം പ്രശ്നമാണ്. ഇപ്പൊ കാണുന്നതല്ല ഞാൻ പറയുന്നത്. കാണാത്തത് എന്തുവാ? സമാധാനം. കാണാത്തത് എന്തുവാ? ഐക്യത. കാണാത്തത് എന്തുവാ? സൗഖ്യം. എന്നാൽ അതിനെപ്പറ്റി പറ, അത് ഉറപ്പായിട്ടും കിട്ടും. കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. സങ്കടപ്പെടാൻ വേണ്ടി നമുക്ക് എന്തോരം വിഷയമുണ്ടല്ലേ. ഞാൻ പലപ്പോഴും പറയണം, നമ്മളിങ്ങനെ ഓരോ വിഷയങ്ങൾ ഇങ്ങനെ സങ്കടപ്പെടുമ്പോൾ നമ്മളെക്കാൾ വലിയ വിഷയങ്ങൾ ഉള്ളവർക്ക് അതിനേക്കാൾ സങ്കടം. അപ്പൊ സങ്കടമെല്ലാം ഒരേപോലെയാ. എല്ലാവർക്കും സങ്കടമുണ്ട് അല്ലേ? പക്ഷെ നമ്മളൊരു കാര്യം ചെയ്യണം, നമുക്ക് സങ്കടമുണ്ട്, പക്ഷെ പകരം നമ്മളൊരു കാര്യം പറയണം, ഇത് താൽക്കാലികമാണ്. കാര്യം വിശ്വാസം എന്നത് ആശിക്കുന്നതിന്റെ ഉറപ്പും കാണുന്ന കാര്യങ്ങളുടെ നിശ്ചയമല്ല, പകരം കാണാത്ത കാര്യങ്ങളുടെ ഉറപ്പാണ്. ആമേൻ. ഞാൻ വീണ്ടും പറയുന്നത്, പ്രാർത്ഥനയെ കേൾക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പിച്ചോണം, ഞാൻ ഈ കൂട്ടായ്മയെ ആചരിക്കുമ്പോൾ വചനം കേൾക്കുമ്പോൾ എനിക്കൊരു കാര്യം ഉറപ്പാണ്, അത്ഭുതം നടക്കും. നിങ്ങൾ ആമേൻ പറയുന്ന സമയത്ത് കേട്ടു നിൽക്കുന്ന ആൾക്കാർ പറയും, എവിടെയാണ് അത്ഭുതം എന്ന് ചോദിച്ചാൽ പറയണം, എന്റെ വിശ്വാസത്തിന്റെ അകത്ത് കാണാത്ത കാര്യത്തിന്റെ നിശ്ചയമാണ് എന്റെ അത്ഭുതം. ഓ ഹല്ലേലൂയ. ഞാൻ പറഞ്ഞില്ലേ, കാണുന്ന പ്രശ്നമെന്ന് പറഞ്ഞുകൊണ്ട് ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല. കാര്യം നമ്മൾ വിശ്വാസികൾ കണ്ടുകൊണ്ട് നടക്കുന്നവരല്ല, വിശ്വാസത്താൽ ജീവിക്കുന്നവരാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, മീൻ പിടിക്കാൻ വേണ്ടി അവർ തീരുമാനിച്ചതിന്റെ അർത്ഥം അവർ കാണുന്നത് മുഴുവൻ യേശു ഇല്ലാത്ത ജീവിതമാണ്. അവർ നോക്കിയപ്പോൾ യേശുവില്ല. യേശുവിനെ ക്രൂശിച്ച റോമൻ ഗവൺമെന്റ് ഉണ്ട്, യേശുവിനെ ക്രൂശിക്കാൻ മുമ്പിരുന്ന യഹൂദന്മാരുണ്ട്, പരീശന്മാരുണ്ട്, ശാസ്ത്രിമാരുണ്ട്, പ്രഭുക്കന്മാരുണ്ട്. യേശുവിനെ ക്രൂശിച്ച റോമൻ ഗവൺമെന്റ് ഉണ്ട്, യേശുവിന്റെ കയ്യിൽ ആണി തറച്ച റോമൻ പടയാളികൾ അവിടെയുണ്ട്. ഇതെല്ലാം കണ്ടപ്പോൾ ശിഷ്യന്മാരുടെ ധൈര്യം എല്ലാം പോയി.
അവര് പറഞ്ഞു അവരുടെ മുമ്പിൽ പോയി പെടുന്നതിലും നല്ലത് മീൻ പിടിക്കാൻ പോകുന്നതാ. കണ്ടോ? പക്ഷെ കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്ന ദൈവത്തിന്റെ വചനം പറഞ്ഞു, നീ പേടിക്കണ്ട, നിന്നെ ഞാൻ മനുഷ്യരെ പിടിക്കുന്നവനാക്കും. യേശുവിനെ ക്രൂശിക്കാൻ നിൽക്കുന്ന റോമൻ ഗവൺമെന്റ് നിൽക്കെ 3000 പേരെ ഒറ്റ പ്രസംഗത്തിൽ സ്നാനപ്പെടുത്തി ലക്ഷക്കണക്കിന് ആളുകൾ യേശുവിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം നിങ്ങളെ കണ്ടിരിക്കുന്നതാ. പക്ഷെ പത്രോസ് പറഞ്ഞു, കർത്താവേ, ഞങ്ങൾ ആകെ ഇപ്പൊ കാണുന്നത് മുഷ്ടി ചുരുട്ടി നിൽക്കുന്ന റോമൻ ഗവൺമെന്റിന്റെ ശക്തിയാ. ഞങ്ങൾ ഇപ്പൊ കാണുന്നത് യേശുവിനെ ക്രൂശിച്ച റോമൻ ഗവൺമെന്റിനെയാ. ഞങ്ങൾ ഇപ്പൊ കാണുന്നത് യേശുവിനെ അടക്കിയ കല്ലറയാ. കർത്താവ് പറഞ്ഞു, മോനെ, കാണാത്ത കാര്യങ്ങൾ എന്തുവാ? ലോക രാജ്യങ്ങളിൽ പോയി എന്റെ സാക്ഷിയാകും. എന്നാ അത് വിശ്വസിച്ചിറങ്ങ്, പരിശുദ്ധാത്മാവ് കൂടെ വരും. ഹല്ലേലൂയ, ആമേൻ. ഇവിടെ നോക്കിക്കോണം, കാണുന്നതോ താൽക്കാലികം, കാണാത്തതോ നിത്യം. അപ്പൊ നിത്യമായ ഒന്നിനെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ക്രിസ്തുവാണ് നിത്യമായതെന്ന് നമുക്കറിയാം. ദൈവത്തിന്റെ വചനം എന്നുള്ളത് നിത്യമായതാണ്. ദൈവത്തിന്റെ വചനത്തിൽ ഒരു പ്രത്യേകതയുണ്ട്. എന്നാ പ്രത്യേകത എന്നറിയാം? അവ മാറത്തില്ല. ഹല്ലേലൂയ. നിങ്ങളിപ്പോ പോകുന്ന ഒരു വഴിയിൽ, നിങ്ങൾ പെട്ടെന്ന് വളവ് തിരിഞ്ഞപ്പോഴേക്കും അവിടെ ഒരു 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 എൻഡ് ലൈൻ അവിടെ വന്നു. റോഡ് അവിടെ തീരാൻ കാരണം വലിയൊരു മല അവിടെ നിൽക്കുക. നിങ്ങളിങ്ങനെ കാർ ഓടിച്ചെന്നിട്ട് കുറേ നേരം കിടന്ന് ഓണടിക്കുക. മല മാറുമോ ഇല്ലയോ? അറിയാവുന്ന ആരെങ്കിലും ഉണ്ടേ പറ, മല മാറുമോ ഇല്ലയോ? ഇല്ല, മാറില്ല. നിങ്ങൾ എത്ര വലിയ ബോഷിന്റെ ആയിക്കോട്ടെ, എത്ര വലിയ പവർഫുൾ ആയിട്ടുള്ള ഹോൺ അടിച്ചാലും മല മാറത്തില്ല. നിങ്ങൾ അവിടെ ഇരുന്നുകൊണ്ട് ഭയങ്കര കിടന്ന് ഒച്ച വെച്ചാലും, നിങ്ങൾ അവിടെ ഇരുന്നുകൊണ്ട് ഇനി എന്നാ ബഹളം വെച്ചാലും, ആ റോഡിൽ നിന്നുകൊണ്ടുള്ള എത്ര വലിയ വില കൂടിയ കാറ് മേടിച്ചാലും മല മാറത്തില്ല. മല പറഞ്ഞാ മാറത്തില്ല. ആ മല മാറാത്തതിന്റെ കാര്യം എന്നാ നിങ്ങൾക്ക് അറിയാവോ? നിങ്ങൾ ഓൺ അടിച്ചിട്ടും വണ്ടി റേസ് ചെയ്തിട്ടും നിങ്ങൾ സ്പീഡ് കൂട്ടിയിട്ടും ബഹളം വെച്ചിട്ടും എന്തുകൊണ്ടാണ് മല മാറാത്തെന്ന് അറിയാവോ? എന്നാ മല മാറാത്തത്? ആർക്കെങ്കിലും അറിയാൻ പറ്റും മല മാറാത്തതിന്റെ? ഉറപ്പായിട്ടിരിക്കും. ആ മലയ്ക്കൊരു ഉറപ്പുണ്ട്. എന്നാ ഉറപ്പെന്ന് വെച്ചാൽ, ഈ കിടക്കുന്ന വണ്ടിയെക്കാളും ഈ വിളിച്ചു പോകുന്ന മനുഷ്യനേക്കാളും ഇവൻ അടിക്കുന്ന ഓണിനേക്കാളും മല സ്ട്രോങ് ആണ്. മനസ്സിലാകുന്നുണ്ടോ? എത്ര കിടന്ന് ഓണടിച്ചാലും, മനുഷ്യൻ കിടന്നിനി എത്ര പേര് ഉന്തിയാലും, ആ മല പറയും നിന്നേക്കാൾ ഞാൻ സ്ട്രോങ് ആണ്. ഇതാണ് ദൈവത്തിന്റെ വചനം. അതുകൊണ്ടാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത്, ആകാശം മാറിയാലും ഭൂമി മാറിയാലും കർത്താവിന്റെ വചനം മാറത്തില്ല. കാര്യം ഇത് സ്ട്രോങ് ആണ്. ഇത് സ്ട്രോങ് ആണ്. ആമേൻ. ഈ സ്ട്രോങ് ആയ വചനം നിങ്ങൾ ഉയർത്തിപ്പിടിച്ചാൽ സ്ട്രോങ് അല്ലാത്ത നിങ്ങളുടെ വിഷയം മാറിപ്പോകും. ഇപ്പൊ മനസ്സിലായോ? ഹല്ലേലൂയ. നിങ്ങളുടെ വിഷയം നിങ്ങൾ ഇന്ന് മുതൽ കാണേണ്ടത്, ഫ്രീസറിലോട്ട് കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ട് ആ വെള്ളം ഐസ് കട്ടയാക്കിയിട്ട് പുറത്തോട്ട് എടുത്ത് വെച്ചിട്ട് അതിനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം. അത് പുറത്തോട്ട് എടുക്കുമ്പോൾ ഭയങ്കര കട്ടിയാ, ഭയങ്കര സ്ട്രോങ് ആ. താഴെ വീണ പേടിയാ, കാലെ വീണ കാലെന്ത് ചെയ്യും? ചിലപ്പോൾ ഒടിയാൻ വരെ സാധ്യതയുണ്ട്. അത്രയ്ക്കും കട്ടിയായിരിക്കും ആ ഒരു പാത്രത്തിലിരിക്കുന്ന വെള്ളത്തിന്. വിരലേ വീണ വിരലൊടി ഉറപ്പാ. പക്ഷെ കുറെ കഴിയുമ്പോൾ അത് വെള്ളമായി മാറുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി, കുറെ നേരം വരെ അവൻ സ്ട്രോങ് ആയിരുന്നു, പക്ഷെ ഉരുകിയ നിമിഷം മുതൽ അവന്റെ ശക്തി ക്ഷയിച്ചു. ഈ ദിവസം ഞാൻ പറഞ്ഞു, ഇത്രയും നാള് നിങ്ങളുടെ മുമ്പിൽ സ്ട്രോങ് ആയി നിന്ന വിഷയങ്ങൾ ഇന്ന് ഉരുകി മാറാൻ പോവുകയാണ്. എന്നാ ഞാൻ ചെയ്യേണ്ടത് ബ്രദറെ? വിശ്വാസത്താൽ നടക്കണം. ആമേൻ. ഇനി എങ്ങനെയാണ് വിശ്വാസത്തിൽ നടക്കുന്നത്? നമ്മൾ എപ്പോഴും കേൾക്കുന്നത് അല്ലെ, വാക്ക് ബൈ ഫെയ്ത്ത് നോട്ട് ബൈ സൈറ്റ് എന്നാ പറയുന്നത് അല്ലെ. വിശ്വാസത്തിൽ എങ്ങനെയാണ് നടക്കാൻ പറ്റുന്നത്? പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒത്തിരി ചോദിച്ച്, എങ്ങനെയാണ് വിശ്വാസത്തിൽ ബലപ്പെട്ട് നടക്കാൻ പറ്റുന്നത്? ഒത്തിരി തവണ പറയുന്ന ഒരു വചനമാണ്, എങ്കിലും ഈ വചനം വന്നാൽ, ഇവിടെ ഈ വാക്യം വന്നാൽ ആ വചനം എടുക്കാതെ പറ്റത്തില്ല. ആ വചനം ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും കേട്ട് ആർക്കെങ്കിലും ആ വചനത്തിന്റെ അകത്ത് ഒരു മടുപ്പ് തോന്നിയാലും സാരമില്ല, ഈ വചനം വന്നാൽ ആ വചനം ഉറപ്പായിട്ടും വരും. റോമർ 4:20 പറയുന്നു, ദൈവത്തിന്റെ വാക്തത്വം, അതായത് വചനത്തിൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെടണം. ഞാൻ പറഞ്ഞല്ലോ, മല മാറാത്തതിന്റെ കാരണം മലയ്ക്ക് ശക്തിയുണ്ട്. വചനം പറയുമ്പോൾ എങ്ങനെ അത്ഭുതം ഉണ്ടാകുന്നറിയോ? വചനത്തിന്റെ ശക്തിയുണ്ട്. വചനം പറയും ഞാൻ സ്ട്രോങ് ആ, ഞാൻ മാറത്തില്ല, പിശാച് നീ മാറിക്കും. പിശാച് കിടന്നുകൊണ്ട് ഉന്തോ, നിങ്ങൾ വചനം പറയുന്നതോറും ഇവൻ ഇങ്ങനെ കൊണ്ടുവന്ന് ഈ പ്രശ്നം ഇങ്ങനെ പെരുപ്പിക്കാൻ നോക്കുമ്പോൾ വചനം പറയും, ആരാണോ എന്നെ വിശ്വസിക്കുന്നത് ഞാൻ അവന്റെ മുമ്പിൽ മാല പോലെ നിൽക്കും. വചനം പറയുന്നു, ഞാൻ മാല പോലെ നിൽക്കും. വചനം ആരാണ്? വചനം ദൈവമാണ്. അടുത്ത വാക്യത്തിൽ പറയുന്നു, എങ്ങനെയാണ് വിശ്വാസത്തിൽ ശക്തിപ്പെട്ടെന്നറിയാവോ? ദൈവത്തിന് മഹത്വം കൊടുത്തു. എങ്ങനെയാ ദൈവത്തിന് മഹത്വം കൊടുത്തെന്നറിയാവോ? 21 വാക്യത്തിൽ പറയുന്നു, അവൻ വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിപ്പാൻ ശക്തനെന്ന് പൂർണ്ണമായി ഉറച്ചു.
ഞാൻ പറഞ്ഞല്ലോ, പറയുന്ന വചനത്തിന് ഒരു ഉടമസ്ഥൻ ഉണ്ടെന്നും ആ ഉടമസ്ഥൻ ശക്തനാണെന്നും ആ ഉടമസ്ഥൻ വിചാരിച്ചാൽ എന്റെ വിഷയം മാറുമെന്നും ഉറപ്പിച്ചുകൊണ്ട് വചനത്തെ അങ്ങ് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും എന്നാന്നറിയോ, ബ്രദറെ എനിക്ക് ഭയങ്കര വിഷയമാണ്, ഞാൻ വചനമൊക്കെ പറയുന്നുണ്ട്, ഞാൻ വചനമൊക്കെ കേൾക്കുന്നുണ്ട്, ഞാൻ വചനത്തിലൊക്കെ വിശ്വസിക്കുന്നുണ്ട്, പക്ഷെ എന്നാലും ഒരു സംശയം, മനസ്സിലാവുന്നുണ്ട്, എന്നാലും ഒരു സംശയം. ഈ സംശയം വരുന്ന എങ്ങനെയാണെന്നറിയോ? ഈ സംശയം എവിടുന്ന് വരുന്ന ചോദിച്ചു കഴിഞ്ഞാൽ വിശ്വാസത്തിൽ നിന്നല്ല സംശയം ഉണ്ടാകുന്നത്, അവിശ്വാസത്തിൽ നിന്നാണ്. അപ്പൊ എങ്ങനെയാണ് അവിശ്വാസത്താൽ സംശയിക്കാതെ എന്ന് ബൈബിളിൽ പറയാൻ കാരണം? നമ്മൾ ആദ്യം കേട്ടു, നമ്മുടെ മുമ്പിലിരിക്കുന്ന സാഹചര്യത്തെ നോക്കിക്കൊണ്ട് പറയാൻ നമ്മൾ പഠി. അതാ ഞാൻ പറഞ്ഞത്, 38 വർഷമായിട്ട് ആ രോഗക്കിടക്കയിൽ കിടക്കുന്ന മനുഷ്യന്റെ അകത്ത് ഒരു ചിന്തയുണ്ട്, എനിക്ക് സൗഖ്യമാകണം. മനസ്സിലാകുന്നുണ്ടോ? അതുവരെ അവന്റെ സർട്ടിഫിക്കറ്റ് മേടിച്ച ഡോക്ടർ പറഞ്ഞു കാണും, 38 വർഷമായിട്ട് രോഗിയല്ല, ഇനി ഒരു 25 വർഷം കൂടെ കിടന്നോ, നീ അവിടെ തന്നെ കിടന്നോ, ഇല്ല, തീരുമാനിക്കും, എനിക്ക് ഇതിനൊന്ന് എണീക്കണം. അപ്പൊ മനസ്സു പറയും, നമ്മുടെ ബുദ്ധി പറയും, അങ്ങനെയൊന്നും പെട്ടെന്ന് ശരിയാകത്തില്ല, കുറച്ച് പ്രശ്നമാണ്, കോംപ്ലിക്കേറ്റഡ് ആണ്, ഇച്ചിരി ബുദ്ധിമുട്ടാണ്, ഈ വിഷയം മാറാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അങ്ങനെ മനസ്സ് പറയുമ്പോൾ നിങ്ങൾ പറ, ബൈബിളിൽ തപ്പണം. ബൈബിള് തപ്പിയിട്ട് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, നമ്മൾ വചനവുമായിട്ടൊന്ന് താരതമ്യം ചെയ്ത് ഈ വിഷയം മാറുമോ? ബൈബിള് നോക്കിയപ്പോൾ ബൈബിള് പറയുന്നു, യേശു മുഖാന്തരം എന്താണോ വചനം, നിങ്ങളുടെ വിഷയം എന്താണോ ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട വചനം, വെറുതെ വചനം പറയരുത്. ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, നിങ്ങളുടെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട വചനം പറഞ്ഞാലേ വിഷയം മാറത്തുള്ളൂ, അല്ലെ മാറത്തില്ല. ഇപ്പം രോഗിക്ക് വേണ്ടിയുള്ള വചനം എടുത്തുകൊണ്ട് കടഭാരം മാറാൻ പറഞ്ഞാൽ മാറുമോ? ഇല്ല. അതേപോലെ നിങ്ങളുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ട വചനം എടുത്തിട്ട് പറയണം, ഇത് സ്ട്രോങ് ആണ്, ഇത് ഞാൻ എൻ്റെ ശരീരത്തിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ, എൻ്റെ ജീവിതത്തിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഇത് മല പോലെ നിൽക്കും. മല പോലെ നിന്നാൽ മറ്റേത് എന്ത് ചെയ്യും? മഞ്ഞു പോലെ മാറിപ്പോവും. ആമേൻ. കാര്യം നിങ്ങൾക്കറിയാവോ, വലിയ കട്ടിയുള്ളൊരു സാധനം എടുത്തുകൊണ്ട് കട്ടിയില്ലാത്തതിന്റെ മേലേക്ക് വെച്ചാൽ എന്നാ സംഭവിക്കുന്നത്? കട്ടിയുള്ളൊരു സാധനം കട്ടിയില്ലാത്തൊരു, ഇപ്പൊ ഞാൻ പറയാം, വലിയൊരു കരിങ്കല്ല് എടുത്തുകൊണ്ട് ഒരു പ്ലാസ്റ്റിക് കപ്പിന്റെ മൂളി വെച്ചാൽ എന്നാ പറ്റും? ആർക്കെങ്കിലും അറിയാമോ? പൊട്ടുമെന്ന് ഉറപ്പുണ്ടോ? ഉറപ്പുണ്ടോ പൊട്ടുമെന്ന്? ആ, പൊടി പോലെ പൊട്ടിപ്പോവും, അല്ലേ? പൊട്ടിപ്പോവും. ഇത് തന്നെയാ സംഭവം. ആ വചനം എടുത്ത് അങ്ങോട്ട് വെക്കുമ്പോൾ നിങ്ങളുടെ വിഷയം തന്നെ പൊട്ടിപ്പോവും. മനസ്സിലായോ? കാര്യം വെയിറ്റ് ചെയ്തിനാ? വചനത്തിനാ. ആ വചനം എടുത്ത് വെക്കുമ്പോൾ ദൈവത്തെ എടുത്ത് ഞാൻ വെക്കുക. അപ്പൊ മനസ്സിലായോ? അതുകൊണ്ടാണ് ആ വാക്യം ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും. വാക്തത്വം ചെയ്ത ആ 21-ാം വാക്യം കാണാൻ പറ്റുന്നവരൊന്ന് വായിച്ച്. 21-ാമത്തെ വാക്യം, റോമർ 4:21. വാക്തത്വം ഉറക്കെ വായിക്കാൻ ആരെങ്കിലും ഇല്ല ഇന്ന്? അവൻ വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിപ്പാനും ശക്തനെന്ന് പൂർണ്ണമായി ഉറച്ചു. കണ്ടോ? വെയിറ്റുള്ള വചനത്തിന്റെ ഉടമസ്ഥനാണ്. അപ്പം വാഗ്ദത്തം ചെയ്ത ദൈവം, അത് പ്രവർത്തിപ്പാൻ ശക്തനായ ദൈവം. അപ്പൊ നിങ്ങൾ വചനം പറയുമ്പോൾ, നിങ്ങൾ ആ വിഷയത്തിന്റെ മേൽ വചനം എടുത്ത് വെക്കുമ്പോൾ നിങ്ങൾ ആരെ എടുത്ത് വെക്കുന്നത് ശരിക്കും? നിങ്ങൾ ആരെ എടുത്ത് വെക്കുന്നേ? ദൈവത്തെ എടുത്ത് എന്റെ വിഷയത്തിലോട്ട് ഞാൻ വെക്കുക, അല്ലെങ്കിൽ ദൈവത്തെ ഞാൻ ഇൻവോൾവ് ചെയ്യിപ്പിക്കുക. വെക്കുക എന്ന് തന്നെ പറഞ്ഞു. ദൈവത്തെ കൊണ്ടിരുത്തുക എന്റെ വിഷയത്തിന്റെ മേൽ. ദൈവത്തെ കൊണ്ടിരുത്തുമ്പം പിശാചിന് മനസ്സിലായി, ഇനി എനിക്ക് രക്ഷയില്ല. മനസ്സിലാകുന്നുണ്ടോ? എന്നാ വലിയ പ്രശ്നമാണെങ്കിലും വിളിച്ചു പറയണം. വാചനം അങ്ങോട്ട് വിളിച്ചു പറയുമ്പോൾ മൈൻഡിൽ ഇത് സേവ് ചെയ്തോണം. ഞാൻ എൻ്റെ ദൈവത്തെ വിഷയത്തിലോട്ട് കൊണ്ടുവരികയാണ്, ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് എൻ്റെ ദൈവത്തെ കൊണ്ടുവരികയാണ്. ഞാൻ വചനം പറയുമ്പോൾ ദൈവത്തെ ഞാൻ ക്ഷണിക്കുകയാണ്. ഞാൻ എൻ്റെ വിഷയത്തിലോട്ട് ഞാൻ ദൈവത്തെ വിളിച്ചു വരുത്തുകയാണ്. ഞാൻ വചനം പറയുമ്പോൾ ദൈവത്തെ ഞാൻ കൊണ്ടുവരികയാണ്. ഇപ്പൊ മനസ്സിലായോ? സ്ട്രോങ് ആയിട്ടുള്ള ശക്തനായ ദൈവത്തെ എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ കൊണ്ടുവരുന്ന ഏക മാർഗമാണ് എൻ്റെ ഹൃദയത്തിലേക്ക് ഞാൻ വചനം സ്വീകരിക്കുമ്പോൾ. കാര്യം യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം പറയുന്നു, വചനം ദൈവമാണ്. വചനം ദൈവമാണ്. ഈ ദൈവത്തെ ഞാൻ കൊണ്ടുവരിക എൻ്റെ വിഷയത്തിലോട്ട്. പക്ഷെ ജന്മം ചെയ്താൽ നമ്മൾ വചനം കേൾക്കത്തില്ല. ബ്രദർ, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി, നല്ലതാ കേട്ടോ. ദൈവത്തെ നമ്മൾ നമ്മുടെ വിഷയത്തിലേക്ക് കൊണ്ടുവരുന്ന എങ്ങനെയാണെന്നറിയോ?
നിങ്ങൾക്ക് സൗണ്ട് ക്ലിയർ ആണോ? ഓഡിയോ ക്ലിയർ ആണോ? അതെ. അതെ. അപ്പൊ കർത്താവിനെ നമ്മുടെ വിഷയത്തിലേക്ക് നമ്മൾ കൊണ്ടുവരുന്ന ഏക മാർഗം വചനത്തിലൂടെയാണ്. അതുകൊണ്ടാണ് ഇവിടെ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി, വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനെന്ന് അവർ പൂർണ്ണമായും ഉറച്ചു. അബ്രഹാം തന്റെ ജീവിതത്തിലേക്ക് ദൈവത്തെ കൊണ്ടുവരുക. ഞാൻ വീണ്ടും പറഞ്ഞു, വചനം പറയുമ്പോൾ നിങ്ങൾ ദൈവത്തെ കൊണ്ടുവരുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? ബ്രദറെ, ഞാൻ വചനം പറയുന്നുണ്ട്, ഒന്ന് ധൈര്യമായിട്ട് പറ, ഞാൻ ദൈവത്തെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുക. ദൈവത്തെ കൊണ്ടുവന്നു. ഞാൻ എന്റെ വിഷയത്തിൽ ഞാൻ ദൈവത്തെ കൊണ്ടുവന്നു, കർത്താവിനെ ഞാൻ കൊണ്ടുവന്നു. അതുകൊണ്ടാണ് യേശു പറഞ്ഞ, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിന്ന് വരുന്ന സകല വചനത്താലും ജീവിക്കും. ഇപ്പൊ മനസ്സിലായോ? ജീവിക്കും വചനത്താൽ. കാര്യം ജീവന്റെ വചനം ദൈവത്തിൻ്റെതാണ്. ദൈവത്തിനെ പറ്റി ബൈബിൾ പറഞ്ഞവൻ ജീവനുള്ള ദൈവം എന്നാണ് പറയുന്നത്. ആമേൻ. ഇതുകൊണ്ടാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത്, കാണുന്നതോ താൽക്കാലികം, കാഴ്ചയാലല്ല നാം വിശ്വാസത്താൽ നടക്കണം. അപ്പൊ വിശ്വാസത്തിൽ എങ്ങനെ ശക്തിപ്പെടാന്നുള്ളത് ഇപ്പൊ മനസ്സിലായോ? വിശ്വാസത്തിൽ നാം ശക്തിപ്പെടേണ്ടത്, എനിക്കൊരു കർത്താവുണ്ട്, സ്ട്രോങ് ആയ ഒരു ദൈവം എനിക്കുണ്ട്. മനസ്സും ബുദ്ധിയും ശരീരവും ഒക്കെ ഒരേപോലെ പറയും. എന്നാ വലിയ സ്ട്രോങ് ആയിട്ടുള്ള വിഷയമാണെന്നറിയാവോ? അതിന്റെ കാര്യം ഐസ് കട്ടയുടെ എടുത്ത് കൈ പിടിച്ചോണ്ടാണ് ഇത് പറയുന്നോണ്ടാ. ഫ്രീസറിൽ നിന്ന് നേരെ എടുത്ത് ഒരു ചെമ്പിന്റെ അകത്തോ വലിയൊരു പാത്രത്തിന്റെ അകത്തോ വലിയൊരു ആവട്ടമുള്ള ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ചു വെച്ചാൽ ഐസ് പുറത്തെടുത്ത് അതിന് വെയിറ്റ് ഉണ്ടെന്നേ സത്യമായ കാര്യമാണ്. വെയിറ്റ് ഉണ്ട്, അതിന് വെയിറ്റ് ഉണ്ട്. പക്ഷെ കുറെ കഴിയുമ്പോൾ നോക്കിക്കോണം, അത് ഉരുകുന്നത് കാണാൻ പറ്റും. ചൂടടിക്കുമ്പോൾ ടെമ്പറേച്ചറിലോട്ട് കൂടുന്നതനുസരിച്ച്, പുറത്തേക്ക് എടുത്ത് വെക്കുന്നതനുസരിച്ച്, സൂര്യന്റെ ചൂടടിക്കുമ്പോൾ അല്ലെങ്കിൽ ചൂടെടുക്കുമ്പോൾ സമയത്ത് പുറത്തെടുത്ത് എടുത്ത് വെച്ചുമ്പോഴേക്ക് ചൂടുണ്ടാവും. ഈ ചൂട് വരുമ്പോൾ ഇത് ഉരുകും. അതുകൊണ്ടാണ് യേശു അടുത്ത് വന്നപ്പം അവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ഗദരദേശത്തിലെ 6000 ഭൂതം പറഞ്ഞ സമയത്തിന് മുമ്പേ ഞങ്ങളെ ദണ്ഡിപ്പിക്കരുത്. ഇപ്പൊ മനസ്സിലായോ? ചൂടടിക്കുക. കർത്താവിന്റെ വചനം പറയുമ്പോൾ നിങ്ങൾ ദൈവത്തെ കൊണ്ടുവരിക, വേറെ ഒന്നും ചെയ്യണ്ട. ഇപ്പൊ മനസ്സിലായോ? വചനം പറയുമ്പോൾ എങ്ങനെയാണ് അത്ഭുതം ഉണ്ടാകുന്നത്? ദൈവം വരുക വിഷയത്തിലേക്ക്. ഇനി പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട. ബ്രദറെ, അങ്ങനെയല്ല ബ്രദറെ, കാര്യങ്ങൾ കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കിടക്കുക. ദൈവത്തെ വിളിച്ചുകൊണ്ട് വാ. നിങ്ങളുടെ വിഷയത്തിലൂടെ ദൈവത്തെ കൊണ്ടുവാ. എങ്ങനെയാ ദൈവത്തെ കൊണ്ടുവരുന്ന? കർത്താവേ ഇങ്ങോട്ട് വാ വാ എന്ന് പറഞ്ഞാൽ വരത്തില്ല. വചനം പറയുമ്പോൾ ദൈവം തന്നെയാണ് വചനം. യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തിന്റെ കൂടെയായിരുന്നു, വചനം ദൈവമാണ്. വചനം പറയുമ്പോൾ ദൈവമാണ് ആ വിഷയത്തിൽ വരുന്നത്. ദൈവത്തെ ഞാൻ കൊണ്ടുവരികയാ. ഞാൻ വിളിച്ച ഓടി വരുന്ന ആളല്ല കർത്താവ്. പക്ഷെ കർത്താവ് പറഞ്ഞു, ഒരുവൻ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ. മനസ്സിലായോ? വചനം വസിക്കുക. നമ്മുടെ ഹൃദയത്തിൽ വചനം വരുമ്പോൾ തന്നെ അവിടെ ദൈവം വന്നു കഴിഞ്ഞു. നമ്മുടെ വിഷയത്തിലേക്ക് ദൈവം വന്നു കഴിഞ്ഞു. പക്ഷെ നമ്മൾ എന്ത് ചെയ്യത്തില്ല. ഈ ദിവസങ്ങളിൽ തിരിച്ചറിഞ്ഞോണം, കർത്താവ് എന്റെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പാ, കർത്താവിന്റെ വലിയ കൃപ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഉണ്ടാകുന്നല്ലോ. യേശുവിന്റെ നാമത്തിൽ എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചു. കർത്താവ്, ഇന്ന് എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ആദ്യം തന്നെ പറഞ്ഞൊരു കാര്യമാണ്, നാളുകളായിട്ട് ഇന്ന് അനുഭവിക്കുന്ന ചില കാര്യങ്ങളെ കർത്താവ് ഇന്ന് എടുത്തു മാറ്റി. യേശുവിന്റെ നാമത്തിൽ ഭാരപ്പെടുന്ന, കുറേ കാലങ്ങളായിട്ട് യേശുവിന്റെ നാമത്തിൽ ചുമക്കുന്ന ചില വിഷയങ്ങൾ ഇന്ന് ഉരുകിപ്പോവുക. ഈ വചനത്താൽ അത് മാറുകയും, ചുമന്നത് മതി. എന്റെ കൂടെ പറ, ചുമന്നത് മതി എന്ന് പറ. ഇന്നുകൊണ്ട് തീരുകയും യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ഞങ്ങളത് കൽപ്പിക്കുന്ന കർത്താവ്, ഇപ്പോൾ തന്നെ കൽപ്പിക്കുന്ന കർത്താവ്, കർത്താവിന്റെ വലിയ കൃപ ഇന്ന് ജീവിതത്തിൽ ഉണ്ടാകുന്നല്ലോ. അപ്പ കർത്താവിന്റെ വലിയ കൃപ ഇന്ന് ജീവിതത്തിൽ ഉണ്ടാകുന്നല്ലോ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പ കർത്താവെ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രോഗികളായി ഭാരപ്പെടുന്ന, രോഗമുള്ള ഭാഗത്തോട്ട് കൈവച്ചിട്ട് പറ, മതി, ഞാൻ നിർത്തുക പരിപാടി. ചുമക്കുന്ന പരിപാടി ഞാൻ നിർത്തി. ഇന്നു മുതൽ ഞാൻ ആ വചനം പറയും, യേശുവിന്റെ തിരുമുറിവിനാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഇന്ന് എന്റെ കുടുംബത്തിന്റെ മേൽ തലമുറയെ നോക്കിയിട്ടൊന്ന് പ്രവചിച്ച്, ഈ 2024 എന്റെ തലമുറയുടെ ഭാവി അനുഗ്രഹമായി തീരുന്ന വർഷമാണ്. ആ ഉദരത്തിൽ കൈവച്ചിട്ട് പറ, 2024 ഏപ്രിൽ മാസം എന്റെ ഉദരത്തിന്റെ അകത്ത് അത്ഭുതകരമായ തലമുറകൾ ഉണ്ടായി വരുന്ന വർഷമാണ്. യേശുവിന്റെ നാമത്തിൽ 2024 ഈ വർഷം നോക്കിയിട്ടൊന്ന് പ്രവചിച്ച്, എന്റെ ഭവനം സന്തോഷത്താലും സമാധാനത്താലും മറ്റുള്ളവർ കാണുമ്പോൾ ഇതെങ്ങനെ സംഭവിച്ചു, ദൈവത്താൽ സംഭവിച്ചു എന്ന് പറയുന്ന വർഷമായി തീരാൻ പോവുക. യേശുവിന്റെ നാമത്തിൽ മതി, ചുമന്നത് മതി.
ഒന്ന് തീരുമാനിച്ച് 38 വർഷമായി തളർവാദം പിടിച്ചു കിടക്കുന്ന രോഗി തീരുമാനിച്ച് മാറി, എനിക്ക് ഇവിടുന്ന് രക്ഷപ്പെടണം, എനിക്കിരുന്ന കാര കീറിയ പട്ടത്തിൽ എനിക്കൊരു ദൈവം ഉണ്ട്, ആ ദൈവത്തിന്റെ കയ്യിൽ സൗഖ്യമുണ്ട്, ആ ദൈവത്തിന്റെ കയ്യിൽ അത്ഭുതമുണ്ട്, ആ ദൈവത്തിന്റെ കയ്യിൽ സമാധാനമുണ്ട്, ആ ദൈവം എന്റെ കൂടെയുണ്ട്. യേശുവിന്റെ നാമത്തിൽ ഞാൻ എന്ന് തീരുമാനിക്കുക. ഞാൻ കാണുന്നതിനെ അവിശ്വസിക്കുന്നു, വചനത്തെ കാണാത്തതിനെ ഇന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഞാനത് വിശ്വാസത്താൽ കാണുകയാണ്. കാര കീറും, രക്ഷപ്പെടും, അത്ഭുതമായി തീരും, സാക്ഷ്യമായി തീരും, സാക്ഷ്യമായി തീരും. ഞങ്ങളത് ഡിക്ലെയർ ചെയ്യുന്ന കർത്താവ് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരുടെ മേൽ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. വാതിലുകൾ തുറന്നു വരട്ടെ, നന്മകൾ തുറന്നു വരട്ടെ, അനുഗ്രഹങ്ങൾ തുറന്നു വരട്ടെ. യേശുവിന്റെ നാമത്തിൽ നിന്ന് കൽപ്പിക്കുന്നു. പിതാവേ, അങ്ങയുടെ കൃപ മൂടി ഇന്ന് പ്രിയമക്കളെ അനുഗ്രഹിക്കുന്നല്ലോ. ഇന്ന് കർത്താവെ വർധനമുണ്ടാകട്ടെ, നിരാശകൾ മാറിപ്പോകട്ടെ, ശൂന്യതകൾ മാറിപ്പോകട്ടെ, രോഗശക്തികൾ രക്തത്തിലായിക്കോട്ടെ, അസ്ഥിയിലായിക്കോട്ടെ, ഞരമ്പിലായിക്കോട്ടെ, ആന്തരിക അവയവങ്ങളിലായിക്കോട്ടെ, ഇന്ന് ഇപ്പോൾ തന്നെ അത് വിട്ടുമാറുകയാണ്. കാലങ്ങളായി ചുമന്നത് യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറുന്നു, യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറുന്നു, യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ വിട്ടുമാറ്റുന്നു. കാര്യം ഞങ്ങൾ കാണുന്നതിനെ ഇന്ന് ഈ നിമിഷം മുതൽ ഉരുക്കി വിടുന്ന കർത്താവ് അതിനെ ആവിശ്വസിക്കുന്നു, ആവിശ്വസിക്കുന്നു, ആവിശ്വസിക്കുന്നു. കർത്താവിന്റെ വാചനത്തെ വിശ്വസിക്കുന്നു. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കുന്ന കൃപയ്ക്ക് അങ്ങ് കർത്താവ് നന്ദി. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് പ്രാർത്ഥനയോടെ തന്നെ കർത്താവിന്റെ സന്നിധിയിൽ മുന്നോട്ട് പോകാം. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യും. ഞാൻ വീണ്ടും പറയുന്നു, ചുമന്നതും ഇന്നു മുതൽ എന്റെ റിസൾട്ട് നോക്കിക്കോ. ഇന്നു മുതൽ എന്റെ റിസൾട്ടാണ് ഉറപ്പിച്ച ഈ ഡേറ്റ് ഒന്ന് എഴുതി വെച്ച് ഇന്നത്തെ ദിവസം മുതൽ സമയം വൈകിയെന്ന് തോന്നലൊന്നും വേണ്ട. ഇന്ന് ഈ വചനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് പറയുകയാണ്, നാളുകളായി ചുമന്നത് ഇന്ന് ഇറങ്ങുക, ഇന്ന് ഇറങ്ങിപ്പോവുക. അത് കുടുംബത്തിൽ നിന്ന് തന്നെ ഇറങ്ങിപ്പോകുന്നു, ശരീരത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു, ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോയിരിക്കും. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യും. ഈ സമയത്ത് ആർക്കെങ്കിലും സാക്ഷ്യങ്ങൾ പറയാനുണ്ടെങ്കിൽ പറയാം. സാക്ഷ്യത്തിന്റെ സമയമാണ്. പ്രാർത്ഥനാ വിഷയങ്ങൾ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞു. കർത്താവ് അതിന്റെ മേൽ ജയം തന്നു കഴിഞ്ഞു, സൗഖ്യം തന്നു കഴിഞ്ഞു. ആമേൻ പറഞ്ഞ് നമ്മൾ അതിനെ ഉറപ്പിച്ചതാണ്. സാക്ഷ്യമായിട്ട് ആർക്കെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. നമ്മൾ വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റുപറയാൻ വേണ്ടി പോവാണ്. ഉള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. പറഞ്ഞു. ഒരു മിനിറ്റ് പറയുന്ന ആള് മാത്രം ഒന്ന് പറഞ്ഞിട്ട് ബാക്കി എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യണേ. പറഞ്ഞു. സിസ്റ്ററാണ് പറയുന്നത്. പ്രാർത്ഥിച്ചോണ്ടിരുന്നപ്പോ എന്റെ നെഞ്ചിനകത്തുനിന്ന് വലിയൊരു ഐസിന്റെ വലിയൊരു കട്ട ഉരുകി പോകുന്ന പോലെ എനിക്ക് ഞാനൊരു വിഷൻ കണ്ടു. അത് ദൈവം അത് എന്റെ ജീവിതത്തിലും എന്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലും ചെയ്തു എന്ന് ഞാൻ പരിപൂർണമായി വിശ്വസിക്കുന്നു. ദൈവത്തിന് സകല മഹത്വം നൽകുന്നു. ആമേൻ. നന്ദി കർത്താവ്. ഇന്ന് പ്രിയ സിസ്റ്റർ പറഞ്ഞ പോലെ നാളുകളായി ചുമന്ന ഒരു ഭാരമാണ് അത് ഉരുകിപ്പോയത്. ഭാരമാണ് മാറിയത്. കുടുംബത്തെ പറ്റി, തലമുറയെ പറ്റി, ഭാവിയെ പറ്റിയുള്ള ഒരു ഭാരമാണ് ഉരുകിപ്പോയത്. അതിന്റെ റിസൾട്ടുകൾ ഈ ദിവസങ്ങളിൽ കാണാൻ പോവാണ്. ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ആ ദർശനത്തെ ഞങ്ങൾ ഉറപ്പിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. 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 ബ്രദറെ പറഞ്ഞു. ഇന്ന് ഞാൻ ബ്രദറിന്റെ ഈ മീറ്റിംഗ് പോലും ഇന്ന് കാണാനൊന്നും തുറക്കാനൊന്നും ഒക്കുന്നില്ലായിരുന്നു. അത്ര ഭാരപ്പെട്ടങ്ങ് സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. ഭയങ്കര ദുഃഖം ആയിരുന്നു. എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് കുറച്ചുകൂടെ കഴിഞ്ഞപ്പം ബലപ്പെട്ട് ഞാൻ ഇനി പ്രാർത്ഥിക്കാം. പിന്നെ വെച്ച് ഇനി പ്രാർത്ഥിക്കുന്നൊന്നുമില്ല. പിന്നെ ഞാൻ ഇച്ചിരി കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ പിന്നെ ജോയിൻ ചെയ്തപ്പോൾ ഇപ്പൊ ലാസ്റ്റ് വന്ന് ബ്രദർ ഇതുപോലെ പറഞ്ഞപ്പോഴത്തേക്ക് ആ സിസ്റ്റർ പറഞ്ഞതുപോലെ എൻ്റെ ഹൃദയത്തിൽ നിന്ന് എൻ്റെ എല്ലാ ഭാരവും എനിക്കങ്ങ് മാറി. എടുത്ത് അടിച്ചതുപോലെ എല്ലാ ഭാരവും മാറി. ഞാൻ അങ്ങ് ഐസിനെക്കാട്ടിലങ്ങ് എന്തോന്നായി. എനിക്ക് ഒരുപാട് വിടുതലായിപ്പോയി. ഞാൻ ഇതുവരെ കരഞ്ഞ് എന്തിനാണെന്ന് വിചാരിച്ച് അത്ര എനിക്ക് അങ്ങ് അനുഗ്രഹമായിരുന്നു ഇപ്പൊ ലാസ്റ്റ് കിട്ടിയിരിക്കുന്നത് ബ്രദറെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. 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 തീർച്ചയായിട്ടും പ്രിയ സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ കർത്താവിന്റെ കൃപയാൽ ഭാരങ്ങൾ ഒഴുകി മാറുകയാണ്. നമ്മൾ ചുമന്നത് മതി കേട്ടോ. ഇവിടെ മനസ്സിൽ, ഹൃദയത്തിൽ അത് ഉരുകുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അത് സാക്ഷ്യമായിട്ട് കർത്താവ് ചെയ്യാൻ പോവാണ്. പ്രേസ്റ്റർ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. 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 ഹലോ ബ്രദറെ, പറഞ്ഞു. കഴിഞ്ഞ ഞായറാഴ്ച എനിക്ക് ഇതുപോലെ മേലാഴിക വന്നിട്ട് ഞാൻ ബ്രദറിന് മെസ്സേജ് ഒക്കെ അയച്ചായിരുന്നു. പക്ഷെ മെസ്സേജ് ഒന്നും ബ്രദർ കണ്ടില്ലായിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ അയച്ചു.
അത് കഴിഞ്ഞാണ് കണ്ടത്. പിന്നെ ബുധനാഴ്ചത്തെ രാത്രിയിലെ പ്രാർത്ഥനയിൽ എനിക്ക് പ്രാർത്ഥന വിഷയം അങ്ങോട്ട് പറയണമെന്നുണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്ന് എല്ലാവരും സാക്ഷ്യങ്ങളും എല്ലാം പറഞ്ഞു. ബ്രദർ പെട്ടെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്ത കാരണം എനിക്ക് ആ വിഷയമൊന്നും പറയാൻ പറ്റിയില്ല. എൻ്റെ കാലിനും സന്ധികൾ മൊത്തം വേദന, ഇപ്പോൾ ഒടിഞ്ഞു പോകുന്ന ഒരു അവസ്ഥ ഭയങ്കരമായിട്ട് അനുഭവപ്പെട്ടു. അന്ന് രാത്രി തന്നെ ആ പ്രാർത്ഥന വിഷയം പറയുന്നതിന് മുൻപേ തന്നെ ബ്രദർ ആ വിഷയങ്ങളെല്ലാം എടുത്ത് വെച്ച് പ്രാർത്ഥിച്ചു. അതെനിക്ക് പൂർണ്ണ സുഖം. ഇന്നിപ്പോ എനിക്ക് ആ കൈയുടെ ജോയിന്റുകൾക്കൊന്നും വേദനയില്ല, വിരകൾക്കൊന്നും വേദനയില്ല. ഒടിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയായിരുന്നു. എനിക്ക് ആരോടും പറഞ്ഞറിയിക്കാൻ മേല. എനിക്ക് കട്ടിലേ കിടക്കാൻ മേല, നിലത്തിരിക്കാൻ മേല, എനിക്കൊന്ന് ചാരി പോലും ഇരിക്കാൻ മേലാത്ത ഒരവസ്ഥയായിരുന്നു എനിക്ക് അന്ന് ബുധനാഴ്ച പൽക്കാലം എല്ലാം. അന്ന് രാത്രിയായാലും ബ്രദർ ആ വിഷയങ്ങളെല്ലാം എടുത്തു വെച്ച് പ്രാർത്ഥിച്ചതുകൊണ്ട് എനിക്കിപ്പം പൂർണ്ണ സൗഖ്യം വിടുതലും എനിക്ക് ദൈവം തന്നു. ഞാൻ ഇന്നലെ എനിക്ക് പ്രയറിന് കയറാൻ ഒത്തില്ല. എനിക്ക് പ്രയറിന് കയറാൻ ഒത്തിരി പ്രാവശ്യം നോക്കിയിട്ട് ഒന്നും പറ്റുന്നില്ലായിരുന്നു. പിന്നെ എനിക്ക് സാക്ഷ്യം പറയണം, എനിക്ക് സാക്ഷ്യം പറയണം, ദൈവം തന്ന വിടുതൽ എനിക്ക് പറയണം അനേകരോട് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒത്തിരി നേരം ട്രൈ ചെയ്തിട്ടാണ് പിന്നെ എനിക്ക് പ്രാർത്ഥനയ്ക്ക് കയറാൻ പറ്റിയത് പോലും. കൂടെ പ്രാർത്ഥിച്ച് ദൈവം എനിക്ക് ഒരു വിടുതലും ആശ്വാസം തന്നു. ഇപ്പൊ എനിക്ക് കിടക്കാനും ഇരിക്കാനും ഒക്കെ പറ്റുന്നുണ്ട്. ആമേൻ ആമേൻ. സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ ദിവസം ഒത്തിരി ഭാരപ്പെട്ടു. എനിക്കറിയാം, ഞാൻ പലപ്പോഴും പറഞ്ഞ പ്രയർ റിക്വസ്റ്റുകൾ ചിലപ്പോൾ ഒത്തിരി വരുന്നതുകൊണ്ട് എനിക്ക് ലേറ്റ് ആയിട്ടാണ് നമുക്കത് ഓപ്പൺ ചെയ്യാൻ പറ്റിയത്. പക്ഷെ കഴിഞ്ഞ ദിവസം ഞാൻ എല്ലാവരുടെയും പ്രാർത്ഥന വിഷയങ്ങൾ ഓപ്പൺ ചെയ്തിട്ട് ഒരുമിച്ച് നമ്മൾ ബുധനാഴ്ച പ്രാർത്ഥിച്ചപ്പോൾ സിസ്റ്റർക്ക് ഞാൻ മറുപടി ലേറ്റ് ആയിട്ടാണ് കൊടുത്തത്. പക്ഷെ ആ പ്രാർത്ഥന വിഷയങ്ങളൊക്കെ എടുത്ത് നമ്മൾ ബുധനാഴ്ച ഒരുമിച്ച് അങ്ങ് പ്രാർത്ഥിച്ചെന്നാൽ സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ അന്നത്തെ ദിവസം തന്നെ ആ ബുധനാഴ്ച തന്നെ ശരീരത്തിൽ നിന്ന് അത് വിട്ടുമാറി ആ അതിഭയങ്കരമായ സിസ്റ്റർ പറഞ്ഞത് കേട്ടല്ലോ, അതിഭയങ്കരമായ വേദനയിൽ നിന്നും കിടക്കാനോ നടക്കാനോ ഒന്നും കഴിയാതെ അതിഭയങ്കരമായ അസ്ഥികൾക്കകത്തുള്ള വേദനയിൽ നിന്നും കർത്താവ് പൂർണ്ണ സൗഖ്യം കൊടുത്തു, പൂർണ്ണ അത്ഭുതം കൊടുത്തു. കർത്താവ് തൊട്ടതിന് നന്ദി, പ്രിയ മകളെ വിടുവിച്ചതിന് നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. ഹലോ, പറഞ്ഞോ. ഞാൻ ആദ്യമായിട്ട് ജോയിൻ ചെയ്തതാണ്. എനിക്ക് സുവിശേഷം പഠിപ്പിക്കണ ഇഷ്ടമായിട്ട് ജോയിൻ ചെയ്തതാണ്. ഞാൻ 3 വർഷമായിട്ട് തളർന്നു കിടക്കുന്ന പേഷ്യൻ്റാണ്. ഒരു സർജറി, സ്പൈനൽ കോഡിന് സർജറി കഴിഞ്ഞിട്ട് തളർന്നു കിടക്കുക 3 വർഷമായി. എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും. സിസ്റ്റർ ഇപ്പൊ കിടക്കുവാണോ? ഞാൻ കിടന്നിട്ടാ കേൾക്കണം. ഓക്കെ, തീർച്ചയായിട്ടും. എങ്ങനെ പ്രാർത്ഥന ഇത് കിട്ടിയത് സിസ്റ്റർക്ക്? എനിക്കറിയില്ല, ഞാനിത് കുറച്ച് നേരം യൂട്യൂബില് 1-2 ഇത് കണ്ടു ഞാൻ. അപ്പൊ എനിക്ക് സുവിശേഷം പഠിപ്പിക്കുന്ന രീതി എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പൊ ഞാൻ പെട്ടെന്ന് എനിക്ക് ആകർഷണം തോന്നി. പ്രത്യേക എല്ലാവരും പഠിപ്പിക്കണ പോലെയല്ല, ഒരു പ്രത്യേക ഒരു പഠനം. അപ്പൊ ഞാൻ അങ്ങനെയാണ് സൂം മീറ്റിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ വാട്സാപ്പ് നമ്പർ കിട്ടി, അതിൽ നോക്കിയിട്ട് ജോയിൻ ചെയ്തത്. വാട്സാപ്പ് തന്നു, എനിക്ക് നമ്പർ ലിങ്ക് തന്നു. തീർച്ചയായിട്ടും നമുക്ക് ഒരുമിച്ച് സിസ്റ്റർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സിസ്റ്റർ ഇപ്പൊ കിടക്കുവോ അല്ലേ? ഫൈനൽ കോഡിന്റെ പ്രോബ്ലം തളർന്നു. ഓ യേശുവിന്റെ നാമത്തിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി പോകണം. ഒരുമിച്ച് ഇന്ന് പ്രിയ മകളെ എണീക്കും. നമ്മൾ ഇന്ന് കേട്ട വചനം കാണുന്നതോ താൽക്കാലികം. ഇത്രയും വർഷം, എത്ര വർഷമായിട്ട് സിസ്റ്റർ ഇത് അനുഭവിക്കുന്നത്? 3 വർഷം. 3 വർഷമായിട്ട് ചുമക്കുന്നത് കർത്താവിന്റെ ഇന്നത്തെ നമ്മൾ വചനം കേട്ട് താൽക്കാലികമായിട്ട് മാറാൻ പോകും. 3 വർഷമായിട്ട് സ്ട്രോങ് ആയി നിന്നത് ഇന്ന് ശരീരം വിട്ട് മാറാൻ പോവുകയാണ്. സിസ്റ്റർ കഴിയുമെങ്കിൽ കൈ എടുത്തുകൊണ്ട് ദേഹത്ത് വെക്കാൻ പറ്റുമെങ്കിൽ വെക്കുക, കൈ വെക്കാൻ പറ്റുമെങ്കിൽ വെക്കുക. സൗണ്ട് സിസ്റ്റർ മ്യൂട്ട് ചെയ്തോണം. യേശുവിന്റെ നാമത്തിൽ നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പോകണം. സിസ്റ്റർ ഇങ്ങനെ പറഞ്ഞോണം, യേശു എന്റെ ഈ രോഗത്തെ വഹിച്ചതാ, യേശു എന്റെ വേദനകളെ ചുമന്നതാ. ഇത് സത്യവചനമാണ്. സിസ്റ്ററുടെ ജീവിതത്തിൽ അത് കണ്ടേ പറ്റത്തുള്ളൂ. ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ചു. ഇപ്പോൾ ഈ നിമിഷം മുതൽ ഞങ്ങളിത് റിലീസ് ചെയ്യുന്നു സിസ്റ്റർ. എന്താണോ സിസ്റ്റർ കൈകാലുകൾക്കാണോ എവിടെയാണോ ചലിക്കാൻ കഴിയാതെ, കാലുകൾക്കാണോ ചലനമറ്റ് കിടക്കുന്നത്, ഇപ്പോൾ അത് ചലിക്കാൻ തുടങ്ങുകയാണ്. ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ അത്ഭുതം ഉണ്ടാകുകയാണ്. ഞങ്ങൾ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും പ്രാർത്ഥിച്ചു. യേശുവേ, അങ്ങയുടെ വചനത്തിന് ശക്തിയുണ്ട്. ഞങ്ങൾ ഇന്ന് കേട്ട വചനം ഭോഷ്കല്ല. കർത്താവ്, ഇപ്പോൾ ഈ നിമിഷം തന്നെ ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഇന്ന് കൽപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ആ വചനത്തിന്റെ ശക്തി ആ ശരീരത്തിന്റെ മേലേക്ക് ഇന്ന് കിടന്നുകൊണ്ടാണ് കേൾക്കുന്നത്, പക്ഷേ എണീക്കാൻ പോവാ. ഈ നിമിഷം തന്നെ ഞങ്ങൾ കൽപ്പിച്ചു പ്രാർത്ഥിക്കുന്ന കാലുകളുടെ മേലേക്ക് ബലമുണ്ടാകും കേട്ടോ. ഈ നിമിഷം ചലിക്കാത്തത് ചലിക്കും, ജീവനറ്റു പോയതൊക്കെ ജീവൻ പ്രാപിക്കും. ഇന്ന് ഏതാണോ ചലിക്കാൻ കഴിയാത്തത്, കർത്താവിന്റെ വചനം പറയുന്നത് ചലിക്കാത്തതെല്ലാം ചലിക്കും. ഈ നിമിഷം മുതൽ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഞാൻ അസ്ഥിയിലേക്ക്, ആ ഞരമ്പുകളിലേക്ക് കർത്താവിന്റെ വചനത്തിന്റെ ജീവൻ വ്യാപരിക്കുക. ഈ നിമിഷം ജീവൻ വ്യാപരിക്കുക. ഈ നിമിഷം ജീവൻ വ്യാപരിക്കുക. സിസ്റ്റർ കണ്ണടച്ചുകൊണ്ടെന്ന് കാണണം, കണ്ണടച്ചുകൊണ്ട് കാണണം. ബെഡിൽ നിന്ന് യേശുവേ എന്ന് പറഞ്ഞ് എണീക്കുന്നതും
തുള്ളിച്ചാടി ദൈവത്തെ ആരാധിക്കുന്നതും യേശുവിന്റെ നാമത്തിൽ പോയി ഞാൻ ഇന്ന് തീരുമാനമെടുത്ത് ഞാൻ എല്ലായിടത്തും പോയി പറയാൻ പോവാണ് യേശുവിനെ തൊട്ടെന്ന്. എല്ലായിടത്തും പോയി കണ്ണടച്ചുകൊണ്ട് വിശ്വാസ കണ്ണ് തുറന്നുകൊണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നപ്പോ ആ ശരീരത്തിന്റെ മേൽ ജീവൻ വ്യാപരിക്കും. ഞങ്ങൾ ഇപ്പൊ കേട്ടതാണ് കർത്താവ്. ഇന്ന് പ്രിയ സിസ്റ്റർ പറഞ്ഞ സാക്ഷ്യം പോലെ ആ അസ്ഥിക്കകത്ത് നടക്കാൻ പോലും കഴിയാതെ കിടക്കാനോ ഇരിക്കാനോ പോലും കഴിയാതെ വേദനയാൽ ഭാരപ്പെട്ട മകളുടെ സാക്ഷ്യം ഞങ്ങൾ കേട്ടതാണ്. ഇപ്പൊ യേശുവിന്റെ നാമത്തിൽ നിന്ന് കൽപ്പിക്കുന്നു, ചലിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ചലിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ചലിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ജീവൻ വ്യാപരിക്കട്ടെ. കർത്താവേ, അങ്ങയുടെ വചനം പറയുന്നത് പോലെ സംഭവിക്കുകയാണ്. അങ്ങയുടെ വചനം പറയുന്നത് പോലെ സംഭവിക്കുകയാണ്. ചലിക്കാത്തതെല്ലാം ചലിക്കും, കഴിയാത്തതെല്ലാം കഴിയും. ഇത്രയും നാള് 3 വർഷമായിട്ട് നടക്കാത്തത് നടക്കും. 3 വർഷമായിട്ട് എവിടെയാണോ പ്രിയമകളെ ബന്ധിച്ചിട്ടിരുന്നത്, എവിടെയാണോ പ്രിയമകളുടെ ബന്ധനമായി കിടന്നത്, ഇന്ന് ആ ബന്ധനം അഴിയുകയാണ്. കിടക്ക എടുത്ത് നടക്കാൻ പോവുകയാണ്. ഇപ്പോൾ ഈ നിമിഷം കൽപ്പിക്കുന്ന കർത്താവേ, ഈ നിമിഷം കൽപ്പിക്കുന്ന കർത്താവേ, പ്രിയമകളെ തൊട്ടതിന് നന്ദി കർത്താവേ, പ്രിയമകളെ തൊട്ടതിന് നന്ദി കർത്താവേ. ഈ നിമിഷം തന്നെ യേശുവിന്റെ നാമത്തിൽ റിലീസ് ചെയ്യുന്നപ്പ അങ്ങ് സൗഖ്യമാക്കിയ കൃപയ്ക്ക് നന്ദി, അങ്ങ് അത്ഭുതം ചെയ്ത കൃപയ്ക്ക് നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. സിസ്റ്റർ, ഞാൻ പ്രാർത്ഥിച്ചപ്പോ കർത്താവിനെ കാണിച്ച് വലിയൊരു ദൈവശക്തി ശരീരത്തിലേക്ക് വന്നിട്ടുണ്ട്. സിസ്റ്റർ കൈ എവിടെയാണോ സിസ്റ്റർക്ക് ചലിപ്പിക്കാൻ കഴിയാത്തത്, ഇപ്പൊ മുതലൊന്ന് ചലിപ്പിച്ച് നോക്കിക്കേ. ഞാൻ ഉറപ്പിച്ചു പറഞ്ഞു, 3 വർഷമായിട്ട് കഴിയാത്ത കാര്യങ്ങൾ കർത്താവ് ഇപ്പൊ ചെയ്തിരിക്കുക. ധൈര്യമായിട്ട് കിടക്കേ നിന്ന് സിസ്റ്റർ ചലിച്ച് പയ്യെ ഒന്ന് എണീറ്റ് നോക്കി, യേശുവിന്റെ നാമത്തിൽ നോക്കി. എന്താണോ സിസ്റ്റർ കഴിയാതിരുന്നത്, ബലം വന്നു. കർത്താവിനോട് ഉറപ്പ് പറഞ്ഞു, ബലം വന്നു. പ്രാർത്ഥിച്ചപ്പോ തന്നെ സിസ്റ്റർ വ്യത്യാസം തോന്നിയ സിസ്റ്റർക്ക് പ്രാർത്ഥിച്ചപ്പോ തന്നെ വ്യത്യാസം തോന്നിയത്? വ്യത്യാസം പ്രത്യേകിച്ച് അവിടെ അങ്ങനെ നല്ല എനിക്ക് ശക്തമായിട്ടുള്ള വേദനയാണ് അരയ്ക്ക് പോട്ട്. നേരത്തെ വേദന ഇല്ലായിരുന്നു സിസ്റ്റർക്ക്? വേദന ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോ എനിക്ക് വേദനയാണ് ഫീൽ ചെയ്യുന്നത്. വേദനയായിട്ടാ ഫീൽ ചെയ്യുന്നത്. ഇപ്പൊ ശരീരത്തിലേക്ക് ജീവൻ വ്യാപരിക്കുക, ആ ഞരമ്പുകളിലേക്കും അസ്ഥിയിലേക്കും കർത്താവിന്റെ ജീവൻ വ്യാപരിക്കുകയാണ്. ഇനി കിടക്കാൻ പറ്റത്തില്ല കേട്ടോ. യേശുവിന്റെ നാമം പറഞ്ഞ് പയ്യെ എണീറ്റോണം. യേശുവിന്റെ നാമം പറഞ്ഞ് ആരും പിടിക്കാൻ നിൽക്കണ്ട. യേശുവിന്റെ നാമം പറഞ്ഞ് എണീറ്റോണം കേട്ടോ. ധൈര്യം കടിച്ചങ്ങ് എണീറ്റോണം. ബലം കാലിലേക്ക് നിൽക്കാൻ പറ്റുമായിരുന്നു സിസ്റ്റർക്ക്? നിൽക്കാൻ പറ്റുമായിരുന്നോ? ആരെല്ലാം പിടിച്ച് നിൽക്കാൻ പറ്റില്ല. എനിക്ക് പിടിച്ചെന്നെ എഴുന്നേൽപ്പിച്ച് ഇങ്ങനെ ഇരുത്തും, കട്ടിലിമ ചാരി വെച്ചിട്ട്. ഇനി ആരും പിടിക്കാൻ വരണ്ട കേട്ടോ. ഇനി ആരും പിടിക്കാൻ വരണ്ട. ആരെയൊന്നും തൊടിപ്പിക്കണ്ട. പയ്യെ എന്ന് പറഞ്ഞാൽ എണീറ്റ് തുടങ്ങിക്കോണം. ആരും പിടിക്കും വീഴെന്നുള്ള വീടിന്ന് എണീറ്റ് തുടങ്ങിക്കോണം. ഇപ്പൊ തന്നെ കർത്താവിനെ കാണിച്ച ദൈവശക്തി നടന്നു കഴിഞ്ഞു. കർത്താവിന്റെ ജീവൻ ആ ശരീരത്തിലേക്ക് വ്യാപരിച്ചു കഴിഞ്ഞു. ഇപ്പൊ ഈ നിമിഷം മുതൽ സൗഖ്യം നടന്നു കഴിഞ്ഞു. വെറുതെ ഞാൻ പറയുമല്ല, എണീറ്റ് പയ്യെ എണീറ്റ് തുടങ്ങിക്കോണം. അത് റിയൽ ആയിട്ട് ശരീരത്തിൽ സംഭവിച്ചിരിക്കുക കേട്ടോ. ആമേൻ. നടന്നോണം. ഇനി അത് കിടന്നുകൊണ്ട് പരീക്ഷിക്കാൻ പറ്റത്തില്ല. കാലുകളിലേക്ക് ആ ബലം വന്നിട്ടുണ്ട്, അസ്ഥികളിലേക്ക് ആ ബലം വന്നിട്ടുണ്ട്, ശരീരത്തിലേക്ക് ആ ബലം വന്നിട്ടുണ്ട്. എനിക്കത് വിശ്വാസം കാണാൻ പറ്റുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അല്ല ഞാൻ പറഞ്ഞേനെ കർത്താവ് സൗഖ്യമാക്കുന്നു. പക്ഷെ അത് സൗഖ്യം നടന്നു കഴിഞ്ഞു ശരീരത്തിൽ. കർത്താവ് പറഞ്ഞ് ബലം വന്നു കഴിഞ്ഞെന്നാ പറഞ്ഞേക്കുന്നത്. നടന്ന് യേശുവിന്റെ നാമത്തിൽ നടന്നോണം. ഇപ്പൊ തന്നെ ഈ നിമിഷം തന്നെ ഇത് കഴിയുന്ന പോലെ തന്നെ കർത്താവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് പയ്യെ സ്റ്റെപ്പ് എടുത്ത് വെച്ചോണം. പേടിക്കാണ്ട്, യേശു കൂടെയുണ്ട്, വീഴത്തില്ല കേട്ടോ. ആമേൻ. കർത്താവ് കൊടുത്ത ബലത്തിന് എല്ലാവരും ആമേൻ പറഞ്ഞോട്ടെ. ഈ മകളുടെ മേല വലിയൊരു സൗഖ്യം നിറച്ചു കഴിഞ്ഞു. കർത്താവ് പറഞ്ഞ ദൈവം തൊട്ടു. എടുത്ത് വെച്ച് നടന്നോണം, എണീറ്റ് നിന്നോണം. ആ നരിയാണിയെ ദൈവം ഉറപ്പിച്ചിരിക്കുക. മറ്റാരെങ്കിലും സാക്ഷ്യം പറയാനുണ്ടോ? സാക്ഷ്യം പറയുന്ന സമയത്ത് സിസ്റ്റർ പയ്യെ എണീറ്റോണം. എന്താണ് വ്യത്യാസം എന്നുള്ളത് ഇപ്പൊ തന്നെ പറഞ്ഞോണം കേട്ടോ. ഇപ്പൊ തന്നെ പറഞ്ഞോണം. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയാൻ? ഒരു സാക്ഷ്യം പറയാൻ വേഗത്തിൽ പറഞ്ഞു. സിസ്റ്റർ മറക്കരുത്. ഇപ്പൊ നമ്മൾ പ്രാർത്ഥിച്ച സിസ്റ്റർ മറക്കരുത്. ഇപ്പൊ തന്നെ ട്രൈ ചെയ്തോണം കേട്ടോ. എന്നിട്ട് എന്താ വ്യത്യാസം ഉള്ളത് ഇപ്പൊ തന്നെ പറഞ്ഞോണം. പറഞ്ഞു. അടുത്ത ആള് പറഞ്ഞു. ബ്രദറെ, ഇന്നലെ മീറ്റിങ്ങിന് കയറാനായിട്ട് മുമ്പ് ഹസ്ബൻഡ് കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡിന്റെ കയ്യിലെ മോതിരം കാണാനില്ല. അപ്പൊ ഇവിടെയൊക്കെ നോക്കി പ്രയറൊക്കെ കഴിഞ്ഞ ശേഷം ഇവിടെയൊക്കെ നോക്കിയപ്പോ കണ്ടില്ല. ഇന്ന് കാലത്ത് ഇങ്ങനെ ഫുള്ള് നോക്കിയപ്പോ ആരോ കൊണ്ടിട്ട പോലെ അവിടെ കിടക്കണം മോതിരം. പക്ഷെ ഇന്നലെ ഇങ്ങനെ ഉണ്ടായിട്ടും സമാധാനമായിട്ട് ഉറങ്ങി. ദൈവത്തിന്റെ വലിയൊരു സമാധാനം മനസ്സിലുണ്ടായിരുന്നു.
അത് കിട്ടും എന്നുള്ള ഉറപ്പാണെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു സമാധാനം ഉണ്ടായിരുന്നു. ഇതെനിക്ക് ഒരു സാക്ഷിയായിട്ട് പറയണം തോന്നി, അതുകൊണ്ട് പറഞ്ഞു. തീർച്ചയായിട്ടും ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, നമ്മുടെ ഉള്ളിലേക്ക് ഒരു സമാധാനം വരും. നമ്മുടെ ജീവിതത്തിൽ നഷ്ടങ്ങൾ വന്നിട്ട് ഒരു സമാധാനം അകത്ത് വരുന്നതിന്റെ ഉറപ്പാണ്. അത്ഭുതത്തിന് മുമ്പാണ് ഈ സമാധാനം വരുന്നത്. അത്ഭുതത്തിന് മുമ്പാണ് പ്രതീക്ഷ വരുന്നത്. അത്ഭുതത്തിന് മുമ്പ് അത് ഞാൻ എപ്പോഴും നമ്മൾ ചിന്തിക്കുക, അത്ഭുതം വന്നതിന് ശേഷമല്ല സമാധാനം. അത്ഭുതത്തിന് മുമ്പുള്ള ഒരു അടയാളമാണ് കർത്താവിന്റെ സമാധാനം. വലിയൊരു സമാധാനം, ഭയങ്കരമായൊരു കോൺഫിഡൻസ്. പ്രിയമക്കൾക്ക് കർത്താവെ, ആ ഒരു നഷ്ടം നമുക്ക് ചിന്തിക്കും ചെറിയ കാര്യമല്ല, ചെറിയ കാര്യമല്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ നന്മ നഷ്ടപ്പെട്ടത് തിരികെ ലഭിക്കണം എന്നുള്ളത് തന്നെയാണ് ദൈവത്തിന്റെ പദ്ധതി. പ്രിയമകൾക്ക് അത് ലഭിച്ചതിന് നന്ദി, കുടുംബത്തിന് അത് ലഭിച്ചതിന് നന്ദി. നാമത്തിൽ തന്നെ ആമേൻ. 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 ഹലോ പാസ്, പറഞ്ഞു. എനിക്ക് ഒരു 25 വർഷമായി കാണും. മുട്ട എടുക്കുമ്പോൾ എനിക്ക് അലർജി ആയിരുന്നു. മുട്ട എടുത്താല് എൻ്റെ കണ്ണ് ചൊറിഞ്ഞ് തടിക്കും, എനിക്ക് തുമ്മലും ജലദോഷവും ആകും, ഭയങ്കര പ്രശ്നമായിരുന്നു. അപ്പം ഞാൻ മുട്ടയൊക്കെ പൊരിക്കാനാണെങ്കിൽ മുട്ട പൊട്ടിച്ചിടാന് മമ്മിയുടെ അടുത്ത് കൊണ്ടുപോകും, അല്ലെങ്കിൽ ഹസ്ബൻഡിന്റെ അടുത്ത് കൊണ്ടുപോകും. ഈ 2 ആഴ്ചയായിട്ട് ഞാൻ ഈ പ്രാർത്ഥനയിലെ വചനം യേശുവിന്റെ തിരുമുറിവിനാൽ എനിക്ക് സൗഖ്യമുണ്ടെന്നുള്ള വചനം പ്രാർത്ഥിച്ചു. ഞാൻ ഇപ്പൊ 2-3 ദിവസമായിട്ട് മുട്ട എടുത്തിട്ട് എനിക്ക് ഒരു പ്രോബ്ലം ഇല്ല. എന്റെ കണ്ണിന് ചൊറിച്ചിലില്ല, എനിക്ക് തുമ്മലും ജലദോഷവും വന്നില്ല. ഓക്കെ, എത്ര വർഷമായി സിസ്റ്റർ പറഞ്ഞത്? അസുഖം 25 ബുദ്ധിമുട്ട് വർഷമായി. എത്ര വർഷം? 25. ഓ, നിങ്ങൾ ആ സാക്ഷ്യം കണ്ടു. 25 വർഷമായിട്ട് 25 വർഷമായിട്ട് മുട്ടയുടെ അലർജി ആയിരുന്നു. നിങ്ങൾ കേട്ടല്ലോ ആ സാക്ഷ്യം, വലിയ കാര്യമാണ്. 25 വർഷമായത് ഈ 3-4 ദിവസം കൊണ്ട് അത് മാറി പൂർണ്ണ സൗഖ്യത്തിലേക്ക്, പൂർണ്ണ വിടുതലിലേക്ക്. ഒരു ചൊറിച്ചിലുമില്ല, അലർജിയില്ല, ഒരു ബുദ്ധിമുട്ടുമില്ല. 25 വർഷമായിട്ട് ചുമന്നിരുന്നതിനെ കർത്താവ് വിടുവിച്ചു. ആ അലർജി സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടിനെ. കഴിഞ്ഞ ദിവസം മുട്ട പൊട്ടിച്ചപ്പോ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു പെട്ടെന്ന് കൈ അങ്ങ് കഴുക. ഞാൻ പറഞ്ഞു ഇല്ല. അപ്പൊ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് മുട്ട എടുത്തപ്പോ ഒരെണ്ണം തറയെ വീണു. അത് ഞാൻ എന്റെ കൈ കൊണ്ട് തന്നെ ഞാൻ അത് എടുത്തു. അപ്പോൾ ആ ദിവസം പോലും ചൊറിഞ്ഞില്ല, ആ ദിവസം പോലും കണ്ണിന് പ്രശ്നം ഉണ്ടായില്ല, തുമ്മലും വന്നില്ല. ആമേൻ, ആമേൻ. പ്രിയസ്റ്റു പറഞ്ഞു കേട്ടല്ലോ. ഹസ്ബൻഡ് പറഞ്ഞു വേഗത്തിൽ പോയി കൈ കഴുകുക. കാര്യം അവർക്കറിയാം 25 വർഷമായിട്ട് അനുഭവിക്കുന്ന അറിയാം. പക്ഷെ ഇല്ല, കർത്താവ് തൊട്ടാൽ പിന്നെ അവിടെ ഇരിക്കാൻ കഴിയത്തില്ല. പൂർണ്ണ സൗഖ്യത്തിന് നന്ദി. കർത്താവ് ഇന്ന് പ്രിയ മോളെ പറഞ്ഞതുപോലെ വർഷങ്ങളായിട്ട് അനുഭവിച്ചതാണ്. പക്ഷെ കർത്താവ് ദിവസങ്ങൾ കൊണ്ട് അത് സൗഖ്യമാക്കി, നിമിഷങ്ങൾ കൊണ്ട് കർത്താവ് സൗഖ്യമാക്കി. അത്ഭുതത്തിന് നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? ബ്രദറെ, എനിക്ക് വലത് കാലിന്റെ മുട്ട് മടക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് എനിക്ക് കുറച്ച് മടക്കാനായിട്ട് പറ്റി. വേദനയായിരുന്നോ? വേദനയായിരുന്നോ? അല്ല, എനിക്കത് മടക്കാൻ പറ്റില്ലായിരുന്നു. കാല് മടക്കിയിട്ട് ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ലായിരുന്നു. പക്ഷെ ഇന്ന് എനിക്ക് ഇത്തിരി മടക്കിയിട്ടിരിക്കാനായിട്ട് പറ്റി. ആമേൻ. കർത്താവ് ഇന്ന് കൊടുത്ത വിടുതലിന് നന്ദി. പക്ഷെ ഇച്ചിരി പോരാ, അത് പൂർണ്ണ സൗഖ്യത്തോട് കൽപ്പിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. കർത്താവ് അത് തൊട്ട് പൂർണ്ണ വിടുതൽ കൊടുത്ത കൃപയ്ക്ക് നന്ദി. ഇനി ഞങ്ങൾ കേൾക്കാൻ പോകുന്നത് പകുതി അല്ലത് പൂർണ്ണമായി മാറ്റി, മടങ്ങാത്തത് മടങ്ങി, കർത്താവിന്റെ സൗഖ്യം നിറച്ചതിന് നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? മറ്റാരുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ കുറച്ചു മുമ്പ് പ്രാർത്ഥിച്ച സഹോദരി കേൾക്കുന്നുണ്ട് തന്നെ. കിടന്ന സ്പൈനൽ കോഡിന് പ്രോബ്ലമായിട്ട് കിടന്ന സിസ്റ്റർ കേൾക്കുന്നുണ്ടോ? സ്പൈനൽ കോഡിന് പ്രോബ്ലം ആണ് സിസ്റ്റർ കേൾക്കുന്നുണ്ടോ? സിസ്റ്റർ എന്നെ കേൾക്കുന്നുണ്ടോ? ഓ ബ്രദറെ. സിസ്റ്ററെ, യേശുവിന്റെ നാമത്തിൽ ഇനി അവിടെ കിടക്കാൻ പറ്റത്തില്ല കേട്ടോ. ഇനി കിടക്കാൻ പറ്റത്തില്ല. ഇപ്പൊ മുതൽ വ്യത്യാസങ്ങൾ വളരെ ശ്രദ്ധിച്ചോണം. എന്നോട് കർത്താവ് പറഞ്ഞത് വലിയൊരു ദൈവശക്തി അസ്ഥിക്കകത്തോട്ട് കയറിയിട്ടുണ്ട്. ആരുടെയും സഹായം നോക്കി നിൽക്കേണ്ട. സിസ്റ്റർ ഏത് സ്ഥലത്താ താമസിക്കുന്നത്? തൃശ്ശൂരാണ്. തൃശ്ശൂര് നടന്ന് ഓടിയും യേശുവിന്റെ സാക്ഷ്യം പറയാൻ പോകട്ടോ. നടക്കാൻ പോവാ. ഇനി കിടക്കാൻ പറ്റത്തില്ല. ഇന്നും ഈ നിമിഷം മുതൽ ആ ശക്തി വ്യാപരിച്ചിട്ടുണ്ട്. ഇപ്പൊ മുതലുള്ള വ്യത്യാസങ്ങൾ ഇപ്പൊ മുതൽ ട്രൈ ചെയ്തോണം. ഇപ്പൊ മുതൽ എന്താണ് ബുദ്ധിമുട്ട് അതെല്ലാം നോക്കിയോണം.
പ്രാർത്ഥനയ്ക്ക് ശേഷമുള്ള വ്യത്യാസങ്ങൾ മൊത്തം ചെക്ക് ചെയ്തോണം. ഞാൻ ഉറപ്പിച്ചു പറയുന്നത് വിടത്തില്ല കേട്ടോ. ആമേൻ. ഇനി നടക്കാതെ പറ്റത്തില്ല. ദൈവശക്തി ആമേൻ. വെളിപ്പെട്ട് കഴിഞ്ഞാൽ നടക്കാതെ പറ്റത്തില്ല. ഇനി കിടക്കാൻ പറ്റത്തില്ല. കിടക്ക എടുത്ത് നടക്കാൻ പോവാം. ആമേൻ. ആ കാലുകളുടെ മേലുള്ള വ്യത്യാസങ്ങൾ ഇപ്പൊ ഒന്ന് ശ്രദ്ധിച്ചോണം. എന്തേലും പ്രത്യക്ഷമായിട്ട് കാണാൻ പറ്റുന്ന വ്യത്യാസമുണ്ട്. ഉണ്ട്. പ്രത്യക്ഷമായിട്ട് ഒരു കാലിന് ഭയങ്കര ഒരു ശക്തി വന്നിട്ടുണ്ട്. ഒരു കാലിന്. ആ ആമേൻ 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 അല്ലേ? അതുകൊണ്ട് വിട്ടുകൊടുക്കരുത്. ഞാൻ അതുകൊണ്ട് തൃപ്തനല്ല. ഞങ്ങൾ ആരും തൃപ്തനല്ല. ഒരു കാലിന് ഇപ്പൊ ബലം വന്നിട്ടുണ്ട്. അപ്പൊ മറ്റേ കാലിന് ബലം വേണം. ഒരു കാലുകൊണ്ട് എന്തായാലും നടക്കാൻ പറ്റത്തില്ല. കർത്താവ് നടത്തുമെന്നാ പറഞ്ഞത്. ഇപ്പൊ സിസ്റ്റർ പറഞ്ഞു പ്രാർത്ഥനയ്ക്ക് ശേഷം ഒരു കാലിന് ബലം വന്നു. എന്നാൽ മറ്റേ കാലം കൊണ്ട് നമുക്കൊന്ന് അനുഗ്രഹിക്കാൻ പോവാണ്. യേശു തന്ന അധികാരത്തിൽ കൽപ്പിക്കുന്ന കർത്താവ്. ആ ഒരു കാലിന് ശക്തി കിട്ടിയല്ലോ, മറ്റേ കാലിന് ശക്തി വേണം. ഞുണ്ട് നടക്കാൻ പറ്റത്തില്ല, തുള്ളി ചാടാൻ വേണ്ടിയുള്ളതാ. തൃശ്ശൂർ പട്ടണം വഴി നടന്നും ഓടിയും യേശു എന്നെ തൊട്ടെന്ന് പറയാൻ വേണ്ടിയുള്ളതാണ്. കിടക്കാൻ പറ്റത്തില്ല. സിസ്റ്റർ തീരുമാനിച്ച് ഇനി ഞാൻ കിടക്കത്തില്ല, ഓടാൻ പോവാ. യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. നാളെ മുതൽ സിസ്റ്റർ വ്യത്യാസങ്ങൾ ഓരോ ദിവസവും പറഞ്ഞോണം. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ഈ നിമിഷം മുതൽ കർത്താവെ ഒരു കാലെ തൊട്ട ദൈവം മറ്റേ കാലം തൊടും. ഇപ്പോൾ ഞങ്ങൾ കൽപ്പിക്കുന്നു. യേശു ആ ബലം നിറയട്ടെ. ഒരു കാലിന്മേൽ വന്ന ബലം മറ്റു കാലിലേക്ക് പകരുന്നു ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ. യേശുവിന്റെ നാമത്തിൽ കർത്താവിന്റെ സൗഖ്യം നിറയട്ടെ. അത്ഭുതത്തെ വിടുതലിനെ ഞങ്ങൾ കൽപ്പിക്കുന്നു. കർത്താവ് തൊട്ടതിന് നന്ദി, കൊടുത്ത ബലത്തിന് നന്ദി. ഇന്ന് ഈ രാത്രി ഇരുട്ടി വിളിക്കുന്നതിന് മുമ്പ് ഇനിയും വ്യത്യാസം കാണാൻ പോകാട്ടോ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. എനിക്കറിയത്തില്ല പാട്ടിയും കർത്താവ് എന്നോട് പറയുന്നത് ഒരു ജോർജിന് വേണ്ടി ഇവിടെ പ്രാർത്ഥിക്കാൻ കർത്താവ് എന്നെ കാണിക്കുക. യേശുവിന്റെ നാമത്തിൽ കർത്താവ് വ്യക്തിയെ, കുടുംബത്തെ തൊടുന്ന ഒരു കാഴ്ച നിങ്ങളുമായിട്ട് ആ വ്യക്തി ഭവനത്തിലോട്ട് കയറി വരുന്നത്, ഒരു നന്മയുടെ വാക്കുമായിട്ട് കയറി വരുന്നതുമായിട്ട് ഒരു കാഴ്ച കർത്താവ് എന്നെ കാണിക്കുക. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്ന കർത്താവെ, ആ വ്യക്തി ആ കുടുംബത്തിലേക്ക് വരുന്നത് ഒരു അനുഗ്രഹമാണല്ലോ. ഞങ്ങളിന്ന് പ്രാർത്ഥിച്ച് ബ്ലസ് ചെയ്യുന്നപ്പ ഈ ദിവസം ഒരു അടയാളം പോലെ അത് വെളിപ്പെടട്ടെ. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. സിസ്റ്റർ കേൾക്കുന്നുണ്ടോ? സിസ്റ്റർ കേൾക്കുന്നുണ്ടോ? ഞങ്ങൾക്ക് ഈ ഒരു കാലയിലെ ബലം പോരാ കേട്ടോ. നമ്മളിപ്പോ ഇത്രയും നേരം കേട്ട സാക്ഷ്യങ്ങളുടെ അകത്ത് നിന്നുകൊണ്ട്, കേട്ട വചനത്തിൽ നിന്നുകൊണ്ടാ പറയുന്നത് കേട്ടോ. എന്നാ ഈ ധൈര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യേശു ജീവിക്കുന്നു, അതാ ധൈര്യം. യേശു ജീവിക്കുന്നതുകൊണ്ട് രോഗിയായി കിടക്കാൻ പറ്റത്തില്ല, കിടക്കെടുത്ത് നടന്നേ പറ്റത്തുള്ളൂ. ആമേന്. എല്ലാരും കേൾക്കാൻ ഞാൻ പറയുന്നത്, രോഗികളോട് ഞാൻ പറയുകയാണ് നടന്നേ പറ്റത്തുള്ളൂ, ഇരിക്കാൻ പറ്റത്തില്ല. യേശു ജീവിക്കുന്ന കേട്ടാ പിന്നെ കിടക്കാൻ പറ്റത്തില്ല, ഓടാനേ പറ്റത്തുള്ളൂ. ഫിലിസ്റ്റർ കേൾക്കുന്നുണ്ടോ? എന്നോട് കർത്താവ് എന്നോട് കാണിക്കുന്ന ജോർജ് എന്ന് പറഞ്ഞൊരു വ്യക്തി നിങ്ങളുടെ ഭവനത്തിലോട്ട് കയറി വരുന്ന ഒരു കാഴ്ച ഞാൻ കണ്ടോണ്ടിരിക്കുകയായിരുന്നു. കർത്താവിനോട് പറയുന്നത് വലിയൊരു സാക്ഷ്യമാക്കി മാറ്റാൻ പോവാ. കേൾക്കുന്നുണ്ടോ? അതൊന്ന് കുറിച്ചിട്ടോണം. ജോർജ് കുറിച്ചിട്ടോണം. വലിയൊരു അടയാളമായിട്ട് കർത്താവ് ചെയ്യുന്ന ഒരു സൈനാണ്, അത് അനുഗ്രഹത്തിന്റെ ഒരു സൈനാണ്. ഈ ബലം അടുത്ത കാലിലോട്ട് ഇപ്പം വ്യാപരിക്കും കേട്ടോ. ഇപ്പോൾ ഈ ദിവസം ശ്രദ്ധിച്ചോണം. ആരുടെയും പരസഹായം കൂടാതെ ചാടി എണീക്കും കേട്ടോ. ഉറപ്പാ. നന്ദി കർത്താവേ, ദൈവം തൊട്ടതിന് നന്ദി, ബലം കൊടുത്തതിന് നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. കർത്താവിന്റെ വചനത്തിനായി നന്ദി. കേൾപ്പിച്ച അത്ഭുതകരമായ സാക്ഷ്യങ്ങൾക്കും ദൈവം തന്ന അത്ഭുതങ്ങൾക്കുമായി നമുക്ക് ഒരു നിമിഷം നന്ദി പറയാം. നമുക്ക് മുന്നോട്ട് പ്രാർത്ഥനയോടെ വിശ്വാസത്തോടെ പോകാം. ഞാൻ എപ്പോഴും പറഞ്ഞില്ല, നമ്മൾ ഈ ദിവസങ്ങളിൽ കോംപ്രമൈസ് ചെയ്യാൻ പറ്റത്തില്ല. യേശു ജീവിക്കുന്നുവെങ്കിൽ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കർത്താവിന്റെ ഒരു സ്വഭാവം എന്നറിയോ? 5 അപ്പവേ ഉള്ളൂ, 2 മീനേ ഉള്ളൂ, എന്നാ ഓക്കെ നല്ല പറ്റത്തില്ല. അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. വർദ്ധിച്ചേ പറ്റത്തുള്ളൂ. മിറക്കിൾസ് നടന്നേ പറ്റത്തുള്ളൂ. കാര്യം യേശു ജീവിക്കുന്നു. യേശുവിന്റെ പേര് തന്നെ യേശാവ് പറയുന്നവൻ അത്ഭുത മന്ത്രിയാ. അത്ഭുത മന്ത്രിയാ. ഞാൻ വീട്ടിൽ ലൈറ്റ് ഇട്ടിട്ട് ഈ ബൾബ് മേടിച്ചു വെച്ചിട്ട് ആ ബൾബിന്റെ അകത്തുനിന്ന് പ്രകാശം വന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം ഇത് ബൾബ് അല്ല. ഞാൻ ലൈറ്റ് മേടിച്ചുകൊണ്ട് വന്നിട്ട് വീട്ടിൽ അത് ലൈറ്റ് കത്തുന്നില്ലെങ്കിൽ അത് ബൾബ് അല്ല, മേടിച്ചത് വേറെ ഏതോ തക്കാളിയോ കിഴങ്ങോ ഏതോണ്ടാ. ബൾബാ മേടിച്ചെങ്കിൽ അത് കത്തിയേ പറ്റത്തുള്ളൂ. യേശു ജീവിക്കുന്നു, അങ്ങനെയെങ്കിൽ ഞാനും ജീവിക്കും. യേശു ജീവിക്കുന്നു, അങ്ങനെയെങ്കിൽ ഞാൻ അത്ഭുതം കാണും. യേശു ജീവിക്കുന്നു, അങ്ങനെയെങ്കിൽ ഞാൻ മുന്നോട്ട് ശക്തമായി വാഴും. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്തല്ലോ. മറ്റാരും സാക്ഷ്യം പറയാനില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ സന്നിധിയിൽ വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റുപറയാം. സൗണ്ടുകളെ മ്യൂട്ട് ചെയ്താട്ടെ. നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്ത് ഇരുന്നുകൊണ്ട് കർത്താവെ, എനിക്ക് വലിയൊരു സാക്ഷ്യം പറയാനുണ്ടോ? സാക്ഷ്യം പറയാൻ ആരെങ്കിലും ഉണ്ടോ? ഇല്ല.
നമുക്ക് മുന്നോട്ട് വിശ്വാസ പ്രഖ്യാപനം ഏറ്റു പറയാം. എല്ലാവരും പറഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സൗണ്ടുകളെ മ്യൂട്ട് ചെയ്താട്ടെ. നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്തിരുന്നുകൊണ്ട് കർത്താവ് എനിക്ക് തന്നതിനായി നന്ദി പറഞ്ഞുകൊണ്ട്, ലഭിച്ചതിനായി നന്ദി പറഞ്ഞുകൊണ്ട്, സൗഖ്യത്തിന് വേണ്ടവർ യേശു അത് തന്നതിനായി നന്ദി, അത്ഭുതം വേണ്ടവർ ആ വചനം വെച്ച് പ്രാർത്ഥിക്കുക. വീണ്ടും പറയുന്നത് എന്താണോ നിങ്ങളുടെ ആവശ്യം ആ വചനം ചൊല്ലി നിങ്ങൾ പ്രാർത്ഥിച്ചാൽ അത് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്തിരുന്നുകൊണ്ട് ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ പറഞ്ഞു തുടങ്ങിയാട്ടെ. കർത്താവ് നിങ്ങളുടെ മുമ്പിൽ അത് തുറക്കുകയാണ്. എല്ലാവരും പറഞ്ഞാട്ടെ. എല്ലാവരും